ഓക്കെ, നമ്മൾ സെക്കൻഡ് ചാപ്റ്റർ ആണ് നമ്മുടെ മൈക്രോ ഇക്കണോമിക്സിലെ സെക്കൻഡ് ചാപ്റ്റർ ആണ് തിയറി ഓഫ് കൺസ്യൂമർ ബിഹേവിയർ ആൻഡ് ഡിമാൻഡ്. നമുക്ക് ഏറ്റവും കൂടുതൽ മാർക്കിന് ചോദിക്കുന്ന ഒരു ചാപ്റ്റർ ആണ് ഈ ചാപ്റ്റർ. അതായത് പബ്ലിക് എക്സാം ആയിക്കോട്ടെ, ഓണപരീക്ഷ ആയിക്കോട്ടെ, എല്ലാ എക്സാമിനും ഏറ്റവും കൂടുതൽ മാർക്കിന് ചോദിക്കുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വലിയ ലെങ്തി ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ് തിയറി ഓഫ് കൺസ്യൂമർ ബിഹേവിയർ ആൻഡ് ഡിമാൻഡ് എന്നുണ്ട്. അതായത് ഈ ചാപ്റ്ററിൽ പകുതിയോളം നമുക്ക് കൺസ്യൂമർ ബിഹേവിയറും ബാക്കി പകുതിയോളം നമുക്ക് ഡിമാൻഡാണ് പഠിക്കാനായിട്ടുള്ളത്. അപ്പോൾ ഈ ചാപ്റ്ററിൽ നമുക്ക് ആദ്യം നെക്സ്റ്റ് പഠിക്കാനായിട്ടുള്ള ഫസ്റ്റ് ടോപ്പിക് എന്ന് പറഞ്ഞാൽ യൂട്ടിലിറ്റി എന്താണെന്നാണ് കേട്ടോ. എക്കണോമിക്സിൽ നമ്മൾ യൂട്ടിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥമാക്കുന്നത്? വാണ്ട് സാറ്റിസ്ഫൈയിങ് പവർ ഓഫ് എ കമ്മോഡിറ്റി ഈസ് കോൾഡ് യൂട്ടിലിറ്റി. അതായത് നമ്മളൊരു കമ്മോഡിറ്റി നമ്മൾ കൺസ്യൂം ചെയ്യൽ, ഒരു കമ്മോഡിറ്റി ഉപയോഗിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന സാറ്റിസ്ഫാക്ഷൻ, നമുക്ക് കിട്ടുന്ന സംതൃപ്തിനെ നമ്മൾ പറയുന്ന പേരാണ് യൂട്ടിലിറ്റി, ഉപയുക്തത. അതായത് ഇപ്പോൾ നമുക്കൊരു ഗ്ലാസ് വെള്ളം കുടിക്കാൻ ദാഹിക്കുന്നെങ്കിൽ നമ്മളൊരു ഗ്ലാസ് വെള്ളം കുടിക്കുകയാണ്, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഫുഡ് കഴിക്കുകയാണ്, അല്ലെങ്കിൽ ഒരു ബിരിയാണി കഴിക്കുകയാണ്. അപ്പോൾ എന്ത് നമ്മൾ കഴിക്കുമ്പോഴും അല്ലെങ്കിൽ എന്ത് കൺസ്യൂം ചെയ്യുമ്പോഴും നമുക്ക് കിട്ടുന്ന സംതൃപ്തിനെ നമ്മൾ യൂട്ടിലിറ്റി എന്നാണ് എക്കണോമിക്സിൽ പറയുക. അത് അളക്കുന്നത് യൂട്ടിൽസിലാണ്. അപ്പോൾ നമ്മൾ സാധാരണ ഏരിയയൊക്കെ നമ്മൾ സെന്റിമീറ്റർ സ്ക്വയർ, മീറ്റർ സ്ക്വയർ എന്നൊക്കെ പറയണ പോലെ യൂട്ടിലിറ്റി നമ്മൾ മെഷർ ചെയ്യുന്നത് യൂട്ടിൽസ് എന്ന് പറയുന്ന ഒരു മെഷർമെന്റിലാണ്. യെസ്, നമുക്ക് നെക്സ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം? യൂട്ടിലിറ്റി മെയിൻ ആയിട്ട് രണ്ട് രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യുക, മെഷർ ചെയ്യുന്നത്. ഒന്ന് നമുക്ക് റാങ്കിൽ മെഷർ ചെയ്യാം, നമ്പറിൽ മെഷർ ചെയ്യാം. അപ്പൊ അതിൽ ആ രണ്ട് അപ്രോച്ചിനെ നമുക്ക് കാർഡിനൽ യൂട്ടിലിറ്റി അപ്രോച്ച് ആൻഡ് ഓർഡിനൽ യൂട്ടിലിറ്റി അപ്രോച്ച് എന്ന് പറയാം. എന്താണ് കാർഡിനൽ യൂട്ടിലിറ്റി അപ്രോച്ച്? കാർഡിനൽ യൂട്ടിലിറ്റി അപ്രോച്ച് എന്ന് പറയുന്ന ഈ കോൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്ത ആളാരാണെന്നറിയോ? ആൽഫ്രഡ് മാർഷൽ ആണ്. നമ്മുടെ മൈക്രോ ഇക്കണോമിക്സിന്റെ ഫാദർ ആയിട്ടുള്ള ആൽഫ്രഡ് മാർഷൽ ആണ് കാർഡിനൽ യൂട്ടിലിറ്റി അപ്രോച്ച് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഓർഡിനൽ യൂട്ടിലിറ്റി അപ്രോച്ച് ഇൻട്രൊഡ്യൂസ് ചെയ്തത് JR ഹിക്സ് ആണ് കേട്ടോ. ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചാൽ മതി. എന്താണ് കാർഡിനൽ എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ യൂട്ടിലിറ്റി അളക്കുന്നത് നമ്പറിലാണ്. അതായത് ഇപ്പോൾ ഒരു ബിരിയാണി കഴിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു ഗ്ലാസ് ചായ കുടിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന യൂട്ടിലിറ്റിയിൽ അത് അളക്കുന്നത് നമ്പറിലാണെങ്കിൽ അത് കാർഡിനൽ യൂട്ടിലിറ്റിയും, അത് റാങ്കിലാണെങ്കിൽ ഫസ്റ്റ് റാങ്ക്, സെക്കൻഡ് റാങ്ക് അങ്ങനെ അളക്കുകയാണെങ്കിൽ അത് ഓർഡിനൽ യൂട്ടിലിറ്റി അപ്രോച്ചുമാണ്. നെക്സ്റ്റ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത് ടോട്ടൽ യൂട്ടിലിറ്റിയും അതുപോലെ തന്നെ മാർജിനൽ യൂട്ടിലിറ്റി, TU അല്ലെങ്കിൽ MU. എന്താണ് TU എന്ന് പറഞ്ഞാൽ? ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പൊ നമ്മളൊരു ആപ്പിൾ കഴിക്കുകയെന്ന് വിചാരിക്കുക. ആപ്പിൾസ്, നമ്പർ ഓഫ് ആപ്പിൾസ്, നമ്പർ ഓഫ് ആപ്പിൾസ് ഉണ്ട്. അതായത് ഒന്നാമത്തെ ആപ്പിൾ കഴിച്ചു, രണ്ടാമത്തെ ആപ്പിൾ കഴിച്ചു, മൂന്നാമത്തെ കഴിച്ചു. അപ്പോൾ നമുക്ക് മാർജിനൽ യൂട്ടിലിറ്റി എന്ന് പറഞ്ഞാൽ നമുക്ക് ഓരോ ആപ്പിളിൽ നിന്നും കിട്ടുന്ന സാറ്റിസ്ഫാക്ഷൻ ആണ്. ഇപ്പോൾ ഒരു ആപ്പിൾ കഴിച്ചപ്പോൾ എനിക്ക് 12 യൂട്ടിൽസ് സാറ്റിസ്ഫാക്ഷൻ കിട്ടി. അതായത് 12 യൂട്ടിൽസ് സാറ്റിസ്ഫാക്ഷൻ, സംതൃപ്തി കിട്ടി. രണ്ടാമത്തെ ആപ്പിൾ കഴിച്ചപ്പോഴോ 6 യൂട്ടിൽസേ കിട്ടിയുള്ളൂ. മൂന്നാമത്തെ കഴിച്ചപ്പോൾ 4 യൂട്ടിൽസ്. നമുക്കറിയാം എന്തൊരു സാധനം നമ്മൾ തുടർച്ചയായിട്ട് കഴിക്കുമ്പോൾ നമുക്ക് സംതൃപ്തി കുറഞ്ഞു വരും അല്ലേ? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അത് ആപ്പിൾ ആയിക്കോട്ടെ, ഓറഞ്ച് ആയിക്കോട്ടെ, ബിരിയാണി ആയിക്കോട്ടെ, ചോറായിക്കോട്ടെ, ചായ ആയിക്കോട്ടെ, വെള്ളം ആയിക്കോട്ടെ, എന്തായിക്കോട്ടെ, നമുക്ക് വെള്ളം കുടിക്കാൻ താല്പര്യം. നമ്മളൊരു ഗ്ലാസ് വെള്ളം കുടിച്ചു, അപ്പൊ നമുക്ക് കിട്ടുന്നൊരു സംതൃപ്തി ഉണ്ട്. അതെന്താ? അത് കൂടുതലായിരിക്കും. ഇനി വീണ്ടും നമ്മൾ രണ്ടാമത്തെ ഗ്ലാസ് വെള്ളം കുടിക്കുമ്പോഴോ ഓട്ടോമാറ്റിക്കലി സംതൃപ്തി കുറഞ്ഞു വരും അല്ലെ? അത് അവസ്ഥയാണ്. അത് എന്തൊരു സാധനമാണെങ്കിലും അങ്ങനെ തന്നെയാണ് കേട്ടോ. പക്ഷേ ഈ ലോ അപ്ലൈ ചെയ്യാത്ത ചില സിറ്റുവേഷൻ അവിടെ നിൽക്കട്ടെ. അപ്പൊ ഒന്നാമത്തെ ആപ്പിൾ കഴിച്ചപ്പോൾ എനിക്ക് 12 സാറ്റിസ്ഫാക്ഷൻ കിട്ടിയത്, രണ്ടാമത്തെ 6 കിട്ടിയത്, മൂന്നാമത്തെ 4. അപ്പോ ടോട്ടൽ യൂട്ടിലിറ്റി എന്ന് പറയുന്നത് എന്താണെന്നറിയോ? ഓരോ ആപ്പിൾ കഴിക്കുമ്പോഴും ആ കൺസ്യൂമറിന്, ആ ഉപഭോക്താവിന് കിട്ടുന്ന മൊത്തം യൂട്ടിലിറ്റി, മൊത്തം സാറ്റിസ്ഫാക്ഷൻ. ഒന്നാമത്തെ ആപ്പിളിൽ 12 കിട്ടിയത്, അപ്പൊ രണ്ടാമത്തെ കഴിച്ചപ്പോൾ 6 കൂടി കൂടുതൽ കിട്ടിയില്ലേ? അപ്പൊ മൊത്തം എത്രയായി? 12 6 കൂടി കൂട്ടിയാൽ 18, 18 4 കൂടി കൂട്ടിയാൽ 22. ഇങ്ങനെ നമുക്ക് ഓരോ ആപ്പിളിൽ നിന്നും കിട്ടിയ സാറ്റിസ്ഫാക്ഷൻ കൂട്ടി കൊണ്ടുവരുന്നതിനെയാണ് ടോട്ടൽ യൂട്ടിലിറ്റി എന്ന് പറയുക. ഓരോന്നിനും കിട്ടുന്ന സാറ്റിസ്ഫാക്ഷൻ ആണ് മാർജിനൽ. ഇവിടെ കൊടുത്തേക്കണേ, ഇറ്റ് ഈസ് എ ടോട്ടൽ എമൗണ്ട് ഓഫ് സാറ്റിസ്ഫാക്ഷൻ ഡിറൈവ്ഡ് ഫ്രം കൺസ്യൂമിങ് എ ഗിവൺ ക്വാണ്ടിറ്റി ഓഫ് ദാറ്റ് കമ്മോഡിറ്റി. തന്നിട്ടുള്ള ക്വാണ്ടിറ്റിയിൽ നമ്മൾ കൺസ്യൂം ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന മൊത്തം സാറ്റിസ്ഫാക്ഷൻ ആണ് ടോട്ടൽ യൂട്ടിലിറ്റി. അപ്പൊ എന്താണ് മാർജിനൽ യൂട്ടിലിറ്റി? ഇറ്റ് റെഫേഴ്സ് ടു ദ ചേഞ്ച് ഇൻ ടോട്ടൽ യൂട്ടിലിറ്റി. ചേഞ്ച് ഇൻ ടോട്ടൽ യൂട്ടിലിറ്റി ഉണ്ടാകുന്ന മാറ്റമാണ്. അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം? when one more additional unit of the same commodity, ഒരു സാധനം തന്നെ വീണ്ടും തുടർച്ചയായിട്ട് ഓരോ കമ്മോഡിറ്റികൾ കഴിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന യൂട്ടിലിറ്റിയാണ് മാർജിനൽ യൂട്ടിലിറ്റി. ഇതാണ് ഞാൻ ഇവിടെ പറഞ്ഞിട്ടുള്ളത് കേട്ടോ. നമുക്കൊരു ടേബിൾ കാണിച്ചു തരാം. ഇപ്പൊ പറഞ്ഞ അതേ ടേബിൾ നമുക്കൊന്ന് കാണിച്ചു തരാം. ഓക്കെ, ഇതാണ് നമ്പർ ഓഫ് ആപ്പിൾസിന്റെ കേസ് പറഞ്ഞത്. നമ്പർ ഓഫ് ആപ്പിൾസ് ഉണ്ട്. ഒരു ആപ്പിൾ കഴിച്ചപ്പോൾ എനിക്ക് കിട്ടിയ മാർജിനൽ യൂട്ടിലിറ്റി 12. രണ്ടാമത്തെ ആപ്പിൾ കഴിച്ചപ്പോൾ എനിക്ക് എത്ര കിട്ടിയ? 6 കിട്ടിയത്. മൂന്നാമത്തെ ആപ്പിൾസ് കഴിച്ചപ്പോൾ 4, നാലാമത്തെ 2, അഞ്ചാമത്തെ കഴിച്ചപ്പോഴോ ആപ്പിൾ എങ്ങനെയെങ്കിലും തീർക്കണം. അതായത്
ആപ്പിൾ തിന്നണമെന്ന് ആഗ്രഹമൊന്നുമില്ല, പക്ഷെ പെട്ടെന്ന് തീർത്തില്ലെങ്കിൽ നാളത്തേക്ക് അത് കേടായി പോകും. അപ്പോൾ 5ാമത്തെ ആപ്പിൾ കഴിക്കുകയാണ്, അപ്പൊ സാറ്റിസ്ഫാക്ഷൻ ഒന്നുമില്ല. ഇനി 6ാമത് കഴിക്കുമ്പോഴോ യെസ് നമുക്ക് കഴിച്ച് വയ്യാണ്ടായി, അതായത് ഒരു വൊമിറ്റിംഗ് ടെൻഡൻസി വന്നു, എന്നിട്ട് നമ്മൾ കഴിക്കുക. അപ്പൊ നെഗറ്റീവ് സാറ്റിസ്ഫാക്ഷൻ അല്ലേ, ദാറ്റ് ഈസ് -2. ക്ലിയർ അല്ലേ? ഇതാണ് മാർജിനൽ യൂട്ടിലിറ്റി. ഇത് കൂട്ടി കൊണ്ടുവരുമ്പോഴാണ് നമുക്ക് ടോട്ടൽ യൂട്ടിലിറ്റി കിട്ടുക കേട്ടോ. നമുക്കിത് എങ്ങനെ ഡയഗ്രത്തിൽ വരയ്ക്കാം നമുക്ക് നോക്കാം. യെസ്, ഡയഗ്രാം എപ്പോഴും, അതായത് മാർജിനൽ യൂട്ടിലിറ്റിയുടെയും ടോട്ടൽ യൂട്ടിലിറ്റി ഡയഗ്രാം വരച്ചാൽ ഈ ഒരു ഷേപ്പിലായിരിക്കും. നമുക്കറിയാം ടോട്ടൽ യൂട്ടിലിറ്റി, മാർജിനൽ നമുക്ക് ആദ്യം നോക്കാം. എപ്പോഴും നമുക്കറിയാം ഓരോ സാധനം കഴിക്കുന്തോറും സംതൃപ്തി ഇങ്ങനെ കുറഞ്ഞല്ലേ വരിക. അപ്പൊ മാർജിനൽ യൂട്ടിലിറ്റി ഇങ്ങനെ കുറഞ്ഞ് താഴോട്ട് വരും, 0-ലെത്തും, പിന്നെ നെഗറ്റീവ് ആവും. നേരത്തെ ഒരു ടേബിൾ കാണിച്ചില്ലേ, ആ ടേബിൾ അനുസരിച്ചാണ് നമ്മളിവിടെ ഫിഗർ വരച്ചിട്ടുള്ളത്. അപ്പൊ ഇങ്ങനത്തെ ഒരു ഷേപ്പിലായിരിക്കും കിട്ടുക. ടോട്ടൽ യൂട്ടിലിറ്റി ആണെങ്കിലോ യെസ് ഇങ്ങനെ മുകളിലോട്ടാണ് പോവുക, ടോപ്പിലോട്ട് എത്തും, പിന്നെ കുറഞ്ഞു വരും കേട്ടോ. ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. ഇനി ഈ യൂട്ടിലിറ്റിയുമായി ബന്ധപ്പെട്ട് നമുക്കൊരു നിയമം പഠിക്കാനുണ്ട്. ആ ലോ നമുക്ക് പഠിച്ചാലോ? യെസ്, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ലോയാണ്. നമുക്ക് നോക്കാം, ലോ ഓഫ് ഡിമിനിഷിങ് മാർജിനൽ യൂട്ടിലിറ്റി കേട്ടോ. അതായത് മക്കളെ, ഞാനിപ്പോ പറഞ്ഞ കേസ് തന്നെയാണ്. അതായത് ഒരേ സാധനം, ഒരു കൺസ്യൂമർ, ഒരു ഉപഭോക്താവ് ഒരേ സാധനം തന്നെ തുടർച്ചയായിട്ട് ഉപയോഗിക്കുമ്പോൾ, ഇപ്പൊ ഞാൻ ആപ്പിളിന്റെ കേസ് പറഞ്ഞു. ആപ്പിൾ ഞാൻ എന്ത് ചെയ്യുക, കുറെ ആപ്പിൾ വാങ്ങി വെച്ചേക്കുവാണ്. ഫസ്റ്റ് ആപ്പിൾ കഴിച്ചു, 2ാമത്തെ ആപ്പിൾ കഴിച്ചു, 3ാമത്തെ ആപ്പിൾ കഴിച്ചു അല്ലെ. അപ്പൊ ഒരേ ആപ്പിൾ തന്നെ, അല്ലെങ്കിൽ ഒരേ കമ്മോഡിറ്റി തന്നെ. ഇനി ആപ്പിൾ കഴിച്ചിട്ട് ഓറഞ്ച് കഴിക്കരുത്, ഒരേ കമ്മോഡിറ്റി തന്നെ ആയിരിക്കണം. ഒരേ കമ്മോഡിറ്റി ഒരു ഉപഭോക്താവ് വീണ്ടും ഉപയോഗിക്കുമ്പോൾ അയാളുടെ സംതൃപ്തി കുറഞ്ഞു വരില്ലേ? ഈ ലോ, ഈ നിയമത്തെ പറയുന്ന പേരാണ് ലോ ഓഫ് ഡിമിനിഷിങ് മാർജിനൽ യൂട്ടിലിറ്റി. നോക്കി, when a consumer consume more and more units of same commodity, his or her level of satisfaction goes on diminish അല്ലെങ്കിൽ decrease. കണ്ടോ, ഒരു കൺസ്യൂമർ കൂടുതൽ ഒരേ കമ്മോഡിറ്റി ഉപയോഗിക്കുമ്പോൾ അയാളുടെ സാറ്റിസ്ഫാക്ഷൻ, സംതൃപ്തി കുറഞ്ഞു വരുന്ന അവസ്ഥയെ പറയുന്ന പേരാണ് ലോ ഓഫ് ഡിമിനിഷിങ് മാർജിനൽ യൂട്ടിലിറ്റി. അതൊന്ന് പഠിച്ചു വെക്കാം കേട്ടോ. നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് പോവാം. ഓർഡിനൽ യൂട്ടിലിറ്റി അനാലിസിസ് ആണ് നെക്സ്റ്റ് ടോപ്പിക്. ഇതിനകത്ത് കുറച്ച് ടേമുകൾ നമുക്ക് പഠിക്കാൻ. കാർഡിനൽ നമ്മൾ പറഞ്ഞു, നമ്മൾ നമ്പറിലാണ് യൂട്ടിലിറ്റി അളക്കുക എന്ന് പറഞ്ഞു അല്ലെ. ഓർഡിനൽ ആണെങ്കിൽ റാങ്കിലാണ് നമ്മളുടെ യൂട്ടിലിറ്റി അളക്കുക. അപ്പൊ ഈ ഓർഡിനലിന്റെ അണ്ടറിൽ വരുന്ന കുറച്ച് ടോപ്പിക്കാണ് കൺസംഷൻ ബണ്ടിൽ. എന്താണ് കൺസംഷൻ ബണ്ടിൽ എന്ന് പറഞ്ഞാൽ, ഒരു ഉപഭോക്താവ്, ഒരു കൺസ്യൂമർ ഒരു കടയിൽ പോയിട്ട് 2 സാധനങ്ങൾ വാങ്ങാണ്. ആ കൺസ്യൂമറിന് ഏതൊക്കെ രീതിയിൽ 2 സാധനങ്ങൾ വാങ്ങാൻ പറ്റും, അതിനെയാണ് കൺസംഷൻ ബണ്ടിൽ എന്ന് പറയാം. ഞാനൊരു കടയിൽ പോയിട്ട് ഒരു 3 കിലോ ആപ്പിളും 2 കിലോ ഓറഞ്ചും മേടിച്ചു, കണ്ടോ, ഇതിനെയാണ് കൺസംഷൻ ബണ്ടിൽ എന്ന് പറയാം. ഇനി വേറൊരു കടയിൽ പോയിട്ട് ഞാൻ ഒരു 5 കിലോ ക്യാബേജും അല്ലെങ്കിൽ 2 കിലോ വെണ്ടയ്ക്കയും മേടിച്ചു, കണ്ടോ. അപ്പൊ അങ്ങനെ ഒരു ഉപഭോക്താവിന് വാങ്ങാൻ കഴിയുന്ന 2 സാധനങ്ങളുടെ കോമ്പിനേഷനെ പറയുന്ന പേരാണ് consumption bundle. അത്രയേ ഉള്ളൂ. ഇറ്റ് ക്യാൻ ബി ഡിഫൈൻഡ് ആസ് എ കോമ്പിനേഷൻ ഓഫ് ക്വാണ്ടിറ്റീസ് ഓഫ് 2 ഗുഡ്സ് എ കൺസ്യൂമർ ക്യാൻ പർച്ചേസ്. കണ്ടോ, ഒരു ഉപഭോക്താവിന് വാങ്ങാൻ കഴിയുന്ന 2 സാധനങ്ങളുടെ അളവിനെയാണ്, ആ കോമ്പിനേഷനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, കൺസംഷൻ ബണ്ടിൽ എന്ന് പറയാം. നെക്സ്റ്റ് ടോപ്പിക്, കൺസ്യൂമേഴ്സ് ബഡ്ജറ്റ്. കൺസ്യൂമേഴ്സ് ബഡ്ജറ്റിനെ നമ്മൾ എം എന്ന് പറയുന്ന ലെറ്റർ ഉപയോഗിച്ച് റെപ്രസെന്റ് ചെയ്യുക. എം ഫോർ മണി എന്നാണ് അർത്ഥം. അതായത് ഇറ്റ് മീൻസ് ദ ഇൻകം ദാറ്റ് ഈസ് അവൈലബിൾ ടു ദ കൺസ്യൂമേഴ്സ് ഫോർ പർച്ചേസിംഗ് ഗുഡ്സ് ആൻഡ് സർവീസസ്. അതായത് നമ്മൾ ഈ സാധനങ്ങൾ വാങ്ങാൻ, ഇപ്പൊ 3 കിലോ ആപ്പിളും 2 കിലോ ഓറഞ്ചും വാങ്ങാൻ വേണ്ടി ഞാൻ എന്റെ കയ്യിൽ ഒരു 500 രൂപയും കൊണ്ടാണ് ഞാൻ പോകുന്നത്. മനസ്സിലായോ? അതായത് നമ്മൾ സാധനം വാങ്ങാൻ വേണ്ടി ഒരു ഉപഭോക്താവിന്റെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള വരുമാനമില്ലേ, ഇൻകം, അതിനെ പറയുന്ന പേരാണ് കൺസ്യൂമേഴ്സ് ബഡ്ജറ്റ് അഥവാ മണി. ഓക്കെ അല്ലെ, എം എന്നാണ് നമ്മൾ അതിനെ പറയാ. അപ്പൊ സാധനങ്ങളും സേവനങ്ങളും വാങ്ങുന്നതിന് വേണ്ടി കൺസ്യൂമറിന്റെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള വരുമാനത്തിനെ പറയുന്ന പേരാണ് കൺസ്യൂമേഴ്സ് ബഡ്ജറ്റ്. അതും ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. നെക്സ്റ്റ് ടോപ്പിക് ആണ് ബഡ്ജറ്റ് സെറ്റ്. വാട്ട് ഈസ് ബഡ്ജറ്റ് സെറ്റ്? It means a set of all consumption bundles that a consumer can purchase given her or his income and price of goods. അതായത് ഞാനൊരു എക്സാമ്പിൾ പറയാണ്. 500 രൂപ കൊണ്ട് ഞാൻ കടയിൽ പോയി. 500 രൂപ കൊണ്ട് ഞാൻ കടയിൽ പോയി ആപ്പിളും ഓറഞ്ചും വാങ്ങാനാണ് പോയിട്ടുള്ളത്. ആപ്പിളിന് കിലോയ്ക്ക് 100 രൂപയാണ്, ഓറഞ്ചിന് 150 രൂപയാണ്. അപ്പൊ എനിക്ക് എങ്ങനെയൊക്കെ വാങ്ങാം? രണ്ടും വാങ്ങാതെ എനിക്ക് തിരിച്ചു വരാം അല്ലെ. രണ്ടും വാങ്ങാതെ തിരിച്ചു വരാം. ഒന്നാമത്തത് ആപ്പിൾ ഒന്നും വാങ്ങിയില്ല, പക്ഷേ ഓറഞ്ച് 1 കിലോ വാങ്ങി. അങ്ങനെ 500 രൂപയ്ക്ക് എനിക്ക് ഈ 2 സാധനങ്ങൾ എങ്ങനെയൊക്കെ വാങ്ങാം, അതിന്റെ ആ ഒരു സെറ്റിനെയാണ് ബഡ്ജറ്റ് സെറ്റ് എന്ന് പറയുക. ഓക്കെ അല്ലെ? നമുക്ക് അതിന്റെ പ്രോബ്ലം നോക്കാം. എങ്ങനെ ബഡ്ജറ്റ് സെറ്റ് നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ നോക്കാം. സാറേ ക്വസ്റ്റ്യൻ കാണിച്ചോളൂ.
ഇൻകം ഓഫ് ദ കൺസ്യൂമർ. മക്കൾ ശ്രദ്ധിക്കുക, ഒരു കൺസ്യൂമറിന്റെ കയ്യിൽ ഉള്ള വരുമാനം എത്രയാന്ന് പറയുന്നുണ്ട്, കൃത്യമായിട്ട് പറയുന്നുണ്ട്. 12 രൂപയാണ്. ഒരു കൺസ്യൂമറിന്റെ കയ്യിലുള്ള മൊത്തം വരുമാനം എത്രയാണ്? 12 രൂപ. 12 രൂപ കൊണ്ടാണ് നമ്മുടെ കൺസ്യൂമർ കടയിൽ പോയിട്ടുള്ളത്. ഓക്കെ അല്ലേ? 2 സാധനങ്ങൾ വാങ്ങുന്നുണ്ട്. ദ പ്രൈസ് ഓഫ് ഗുഡ് 1 എത്രയാ? ഒന്നാമത്തെ സാധനത്തിന്റെ വില 4 രൂപ. ഓക്കെ അല്ലേ? രണ്ടാമത്തെ സാധനത്തിന്റെ വില 2 രൂപ. അതായത് 4 രൂപയും 2 രൂപയുമുള്ള 2 സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി ഒരു കൺസ്യൂമർ 12 രൂപയുമായിട്ട് കടയിൽ പോയി. ഓക്കെ അല്ലേ? അതാണ് അതിന്റെ ആ ഒരു മീനിങ് എന്ന് പറയുന്നത്. ഒരു ഉപഭോക്താവിന്റെ കയ്യിൽ 12 രൂപയുണ്ട്. ഈ 12 രൂപ കൊണ്ട് അയാൾ കടയിൽ പോയി. കടയിൽ പോയിട്ട് എന്തൊക്കെ വാങ്ങാൻ പോണേ? 2 സാധനങ്ങൾ, ഗുഡ് 1ഉം അതേപോലെ ഗുഡ് 2 ആണ് അദ്ദേഹം വാങ്ങാനായിട്ട് പോകുന്നത്. ഓക്കെ അല്ലേ? ഗുഡ് 1ന്റെ വില എത്രയാ? 4 രൂപയാണ്. ഗുഡ് 2ന്റെ വില 2 രൂപയാണ്. അപ്പൊ നമുക്ക് എങ്ങനെയൊക്കെ നമുക്ക് ആ 2 സാധനങ്ങൾ വാങ്ങാം? ഒന്നില്ലെങ്കിൽ നമുക്ക് രണ്ടും വാങ്ങാതെ തിരിച്ചു വരാം. കടയിൽ പോയിട്ട് നമുക്ക് വെറുതെ കൈയും വീശി തിരിച്ചു വരാം അല്ലെ? അപ്പൊ 0-0 അതൊരു കോമ്പിനേഷൻ ആണ്. അങ്ങനെ വേണമെങ്കിൽ സംഭവിക്കാം അല്ലെ? അപ്പൊ അതൊരു സെറ്റ് ആണ്. അതേപോലെ 0-1. എന്താ 0-1 എന്ന് പറഞ്ഞാൽ? ഒന്നാമത്തെ സാധനം ഒന്നും മേടിച്ചില്ല, രണ്ടാമത്തെ സാധനം ഒരെണ്ണം മേടിച്ചു. അപ്പൊ നമുക്ക് വേണമെങ്കിൽ ജസ്റ്റ് തന്നിട്ടുള്ള ഇൻഫർമേഷൻ എടുത്ത് ചെയ്താം. M എന്ന് പറഞ്ഞ നമ്മുടെ കയ്യിലുള്ള വരുമാനമാണ്. ദാറ്റ് ഈസ് 12 രൂപ. P1 എന്ന് പറഞ്ഞാൽ പ്രൈസ് ഓഫ് ഗുഡ് 1. ഒന്നാമത്തെ സാധനത്തിന്റെ വില എത്ര രൂപയാണ്? 4 രൂപയാണ്. P2 രണ്ടാമത്തെ സാധനത്തിന്റെ വില 2 രൂപ. അപ്പൊ ഇവിടെ 0-1 എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ സാധനം നമ്മൾ എന്ത് ചെയ്തില്ല? ഒന്നും മേടിച്ചില്ല. രണ്ടാമത്തെ സാധനം ഒരെണ്ണം മേടിച്ചു. ഇനി 0-2 വാങ്ങാലോ. ഒന്നാമത്തെ സാധനം ഒന്നും മേടിച്ചില്ല, രണ്ടാമത്തെ 2 മേടിച്ചു. അപ്പൊ 2 4 രൂപയിൽ ചിലവാകുന്നുള്ളൂ. 12 രൂപയുണ്ടല്ലോ നമ്മുടെ കയ്യിൽ. ഇനി 0-3, 0-4, 0-5. 0-5 നോക്കി. അപ്പൊ ഒന്നാമത്തെ സാധനം ഒന്നും മേടിച്ചില്ല, രണ്ടാമത്തെ 5 മേടിച്ചു. രണ്ടാമത്തെ സാധനത്തിന് 2 രൂപയല്ലേ? അപ്പൊ ഈ 10 രൂപയെ നമുക്ക് ആവുന്നുള്ളൂ. 12 രൂപയുണ്ടല്ലോ. ഇനി 0-6 പറ്റും. 6, 2, 12 വാങ്ങാം. പക്ഷെ എന്തുകൊണ്ട് 0-7 നമുക്ക് പറ്റുന്നില്ല? 0-7 എഴുതിയിട്ടില്ലല്ലോ. പറ്റില്ല. കാരണം എന്തുകൊണ്ടാ? രണ്ടാമത്തെ സാധനം 7 മേടിച്ചാൽ രണ്ടാമത്തെ സാധനത്തിന് വില 2 രൂപയല്ലേ? അപ്പൊ 7 × 2 എത്രയാവും? 14 രൂപയാവും അല്ലെ? നമ്മുടെ കയ്യിൽ ആകെ 12 രൂപയല്ലേ ഉള്ളൂ. അപ്പൊ വാങ്ങാൻ പറ്റുമോ? അപ്പൊ 0-7 നമുക്ക് കൊടുക്കാനായിട്ട് പറ്റില്ല. അത് ഓർത്ത് വെക്കുക. ഇനി നമുക്ക് വേറെ കോമ്പിനേഷൻ ഉണ്ട്. ഒന്നാമത്തത് ഒരെണ്ണം മേടിച്ച് രണ്ടാമത്തെ ഒന്നും വാങ്ങിയില്ല. അപ്പോഴും 4 രൂപയല്ലേ ആവുന്നുള്ളൂ. വാങ്ങാലോ. കാരണം 12 രൂപ നമ്മുടെ കയ്യിലുണ്ടല്ലോ. അതുപോലെ 2, 0, 3, 0 അങ്ങനെ നമുക്ക് 12 രൂപയ്ക്ക് തുല്യമായിട്ടോ 12 രൂപയിൽ താഴെയോ നമുക്ക് 2 സാധനങ്ങൾ എങ്ങനെയൊക്കെ വാങ്ങാം. അതിനെ നമ്മൾ ഇതുപോലെ എഴുതുകയാണെങ്കിൽ ഇതിനെയാണ് ബഡ്ജറ്റ് സെറ്റ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ എല്ലാവരും അടിപൊളിയായിട്ടൊക്കെ പഠിച്ചിട്ട് പോവാം. നമുക്ക് നെക്സ്റ്റ് ഒരു പ്രോബ്ലം കൂടി ജസ്റ്റ് ഒന്ന് വേഗം കാണിച്ചു തരാം. നിങ്ങൾക്ക് വീട്ടിലിരുന്നിട്ട് തന്നെ വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോബ്ലം ആണ്. ഇൻകം 20 രൂപ, ഒന്നാമത്തെ സാധനത്തിന്റെ വില 5 രൂപ, രണ്ടാമത്തെ സാധനത്തിന് 4 രൂപ. നിങ്ങൾ എല്ലാവരും വീട്ടിലിരുന്നിട്ട് ജസ്റ്റ് ഒന്ന് വർക്ക്ഔട്ട് ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ. നെക്സ്റ്റ് ടോപ്പിക് ആണ് ബഡ്ജറ്റ് കൺസ്ട്രെയിന്റ്. എന്താണ് ബഡ്ജറ്റ് കൺസ്ട്രെയിന്റ്? ബഡ്ജറ്റ് ലൈൻ ഇക്വേഷൻ ഉണ്ട്, ബഡ്ജറ്റ് കൺസ്ട്രെയിന്റ് ഉണ്ട്. കൺസ്ട്രെയിന്റിന് ഒരു ഇക്വേഷൻ ഉണ്ട് മക്കളെ. ആ ഇക്വേഷൻ ഒന്ന് പഠിച്ചു വെക്കുക. P1x1 പ്ലസ് P2x2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു M. അതായത് P1 എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഒന്നാമത്തെ സാധനത്തിന്റെ വില. x1 എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ സാധനത്തിന്റെ അളവ് എന്നാണ് അർത്ഥം. P2 എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ സാധനത്തിന്റെ വില. x2 എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ സാധനത്തിന്റെ ക്വാണ്ടിറ്റി. അത് എപ്പോഴും ഒന്നാമത്തെ സാധനം വാങ്ങുമ്പോഴും രണ്ടാമത്തെ സാധനം വാങ്ങുമ്പോഴും എപ്പോഴും എങ്ങനെയായിരിക്കണം? എമ്മിന് തുല്യമോ അല്ലെങ്കിൽ എമ്മിനേക്കാൾ താഴെ ആയിരിക്കണം. എം എന്ന് പറഞ്ഞാൽ എന്താ? ഇൻകം ആണ് അല്ലെ? നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ 12 രൂപ കൊണ്ടല്ലേ നമ്മൾ കടയിൽ പോയത്. അപ്പൊ 2 സാധനങ്ങൾ വാങ്ങുമ്പോൾ ഒന്നില്ലെങ്കിൽ 12 രൂപയ്ക്ക് തുല്യമായിട്ട് വാങ്ങണം, അല്ലെങ്കിൽ 12 രൂപയിൽ താഴെ ആയിരിക്കണം അല്ലെ? അങ്ങനെ നമ്മൾ എഴുതുന്ന ഒരു കോൺസെപ്റ്റിനെയാണ് ബഡ്ജറ്റ് കൺസ്ട്രെയിന്റ് എന്ന് പറയാ. ബഡ്ജറ്റ് കൺസ്ട്രെയിന്റ് ഇക്വേഷൻ എല്ലാവരും പഠിക്കുക. P1x1 പ്ലസ് P2x2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു M. ഈ ഇക്വേഷനിലെ കൺസ്ട്രെയിന്റുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ നിങ്ങൾ എഴുതണം. P1 ഒരു കൺസ്ട്രെയിന്റ് ആണ്, ഒരു പരിധിയാണ്. P2 രണ്ടാമത്തെ സാധനത്തിന്റെ വില ഒരു കൺസ്ട്രെയിന്റ് ആണ്. നമ്മുടെ കയ്യിലുള്ള വരുമാനം M ഒരു കൺസ്ട്രെയിന്റ് ആണ്. പഠിച്ചു വെക്കാട്ടോ. 3 കൺസ്ട്രെയിൻസ് ആണ് ഇക്വേഷനിലുള്ളത്. P1, P2, M. കൺസ്ട്രെയിന്റ് എന്ന് പറഞ്ഞാൽ പരിമിതികൾ. നമുക്ക് ആ ഒരു പരിമിതിയിൽ നിന്നുകൊണ്ടേ സാധനങ്ങൾ വാങ്ങാൻ പറ്റൂ. അപ്പൊ ഒന്നാമത്തെ സാധനത്തിന്റെ വില നമുക്കൊരു പരിധിയാണ് അല്ലെ? ഒരു പരിമിതിയാണ്. അപ്പൊ ഇതൊന്ന് പഠിച്ചു വെക്കാം. നെക്സ്റ്റ് നമുക്കൊരു പ്രോബ്ലം കാണിച്ചു തരാം. ദ ഇൻകം ഓഫ് എ കൺസ്യൂമർ. ഒരു കൺസ്യൂമറിന്റെ കയ്യിലുള്ള വരുമാനം 20 രൂപയാണ്. അപ്പൊ നമുക്കറിയാം അതെന്താ? ഇൻകത്തിനെ നമ്മൾ M എന്ന് പറയുന്ന ലെറ്റർ ഉപയോഗിച്ച് റെപ്രസെന്റ് ചെയ്യുക. അപ്പൊ M എത്രയാണ്? 20. പ്രൈസ് ഓഫ് ഗുഡ് 1 ഒന്നാമത്തെ സാധനത്തിന്റെ വില 5 രൂപ. അപ്പൊ P1 is equal to 5. രണ്ടാമത്തെ സാധനത്തിന്റെ വില 4 രൂപ. അപ്പൊ P2 is equal to 4. അപ്പൊ എങ്ങനെ കൺസ്ട്രെയിന്റ് ചെയ്ത? കൺസ്ട്രെയിന്റ് ഇക്വേഷൻ നിങ്ങൾക്ക് അറിയാലോ. എന്താ ഇക്വേഷൻ? P1x1 പ്ലസ് P2x2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു M. ഇവിടെ ഓരോന്നിനും വാല്യൂ കൊടുത്താൽ മതി മക്കളെ. സിമ്പിൾ ആയിട്ട് ചെയ്യാം.
അപ്പൊ P1 എത്രയാ 5 അല്ലേ, അപ്പൊ 5x1 പ്ലസ് P2 4 അല്ലേ, 4x2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു m എന്ന് പറയും ഇൻഡു അല്ലേ 20. ഇത്ര എഴുതിയാൽ മതി, ഫുൾ മാർക്ക് കിട്ടും. നമുക്ക് നെക്സ്റ്റ് ടോപ്പിക്കിലോട്ട് പോവാം. ബഡ്ജറ്റ് ലൈൻ ഇക്വേഷൻ. ഈ ബഡ്ജറ്റ് ലൈൻ കൺസ്ട്രെയിന്റ് പോലെ തന്നെ, ബഡ്ജറ്റ് കൺസ്ട്രെയിന്റ് പോലെ തന്നെ മറ്റൊരു ഇക്വേഷൻ ഉണ്ട്, ബഡ്ജറ്റ് ലൈൻ ഇക്വേഷൻ. ബഡ്ജറ്റ് ലൈൻ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ, P1x1 പ്ലസ് P2x2 ഈക്വൽ ടു m ആണ്. ഇതുവരെ നമ്മൾ പഠിച്ച കൺസ്ട്രെയിന്റ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു അല്ലേ വരുന്നത്. അപ്പൊ ലെസ് ദാൻ ഓർ ഈക്വൽ ടു വരികയാണെങ്കിൽ ശ്രദ്ധിക്കുക, ലെസ് ദാൻ ഓർ ഈക്വൽ ടു m എന്നാണ് നിങ്ങൾ എഴുതുന്നതെങ്കിൽ അത് കൺസ്ട്രെയിന്റും, ഈക്വൽ ടു m എന്നാണ് എഴുതുന്നതെങ്കിൽ അത് ബഡ്ജറ്റ് ലൈൻ ഇക്വേഷൻ ആണ്. അപ്പൊ ബഡ്ജറ്റ് ലൈൻ ഒരു പ്രത്യേകതയുണ്ട്, അത് m-ന് തുല്യമായിരിക്കണം. അതായത് നമ്മളിപ്പോ 12 രൂപ കൊണ്ടാണ് കടയിൽ പോകുന്നതെങ്കിൽ 12 രൂപയ്ക്ക് തുല്യമായിട്ട് വാങ്ങാൻ കഴിയുന്ന ബണ്ടിലുകളില്ലേ, അതേ വാങ്ങാൻ പാടുള്ളൂ. അതാണ് ഈക്വൽ ടു m എന്ന് പറഞ്ഞാൽ. പക്ഷെ കൺസ്ട്രെയിനിൽ അങ്ങനെയല്ല, m-ന് തുല്യമായിട്ടുള്ളതോ അല്ലെങ്കിൽ m-ൽ താഴെയോ നമുക്ക് വാങ്ങാൻ കഴിയുന്ന ബണ്ടിലുകളാണ് ഏത്, ബഡ്ജറ്റ് കൺസ്ട്രെയിന്റ്. ബഡ്ജറ്റ് ലൈൻ അങ്ങനെയല്ല. എന്താണ്, 12 രൂപ കൊണ്ട് കടയിൽ പോവാ, 12ഓ 20ഓ, നിങ്ങൾ 20 രൂപ കൊണ്ട് കടയിൽ പോയാൽ ആ 20 രൂപയ്ക്ക് മൊത്തം നമ്മൾ ചെലവാക്കിയിട്ട് വരണം. ഒരിക്കലും അതിൽ കൂടുതലോ കുറവോ ഒന്നും ചെലവാക്കരുത്. കൃത്യമായി m-ന് തുല്യമായിട്ട് വാങ്ങാൻ കഴിയണം. അങ്ങനെ വാങ്ങാൻ കഴിയുകയാണെങ്കിൽ അതാണ് ബഡ്ജറ്റ് ലൈൻ. ഓക്കെ അല്ലേ. ഈ ബഡ്ജറ്റ് ലൈനിന്റെ ഡെഫിനിഷൻ ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ പഠിച്ചു വെക്കണം. A line joining all the consumption bundles in which the consumer spend his entire income. കണ്ടോ, ഒരു കൺസ്യൂമറിന്റെ കയ്യിലുള്ള വരുമാനം മൊത്തമായിട്ട് ഉപയോഗിച്ച് അയാൾക്ക് വാങ്ങാൻ കഴിയുന്ന ഉപഭോഗ ബണ്ടിലുകൾ, കൺസംഷൻ ബണ്ടിലുകളെ തമ്മിൽ ജോയിൻ ചെയ്ത് വരയ്ക്കുന്ന ലൈനാണ് ബഡ്ജറ്റ് ലൈൻ. അതിന്റെ പ്രോബ്ലം ഉണ്ട്, വരയ്ക്കാനായിട്ട് പറഞ്ഞുതരാം. അപ്പൊ ഇവിടെ ബഡ്ജറ്റ് ലൈൻ എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ ഇൻകം, ഒരു കൺസ്യൂമറിന്റെ, ഒരു ഉപഭോക്താവിന്റെ കയ്യിലുള്ള വരുമാനത്തിന് തുല്യമായിട്ട് വാങ്ങാൻ കഴിയുന്ന ബണ്ടിലുകളെ തമ്മിൽ ജോയിൻ ചെയ്ത് വരയ്ക്കുന്ന ലൈനാണ് ബഡ്ജറ്റ് ലൈൻ. എല്ലാവരും പഠിച്ചു വെക്കുക, തിയറി പഠിച്ചു വെക്കുക, ബഡ്ജറ്റ് ലൈൻ. ഇനി ഈ ഒരു പ്രോബ്ലം ചെയ്തതിന് മുമ്പായിട്ട് നമുക്ക് കുറച്ച് ഇക്വേഷൻസ് പഠിക്കാനുണ്ട്. ഇക്വേഷൻസ് എല്ലാവരും പഠിച്ചു വെക്കുക, കാരണം 8 മാർക്കിന്റെ ഒക്കെ ആയിരിക്കും ചിലപ്പോൾ പ്രോബ്ലം വരിക കേട്ടോ. അപ്പൊ ഇവിടെ ഹൊറിസോണ്ടൽ ഇന്റർസെപ്റ്റ് കാണാനുള്ള ഇക്വേഷൻ ഉണ്ട്, m/P1 പഠിച്ചു വെക്കുക. m എന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിലുള്ള ഇൻകം ആണ്, P1 എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ സാധനത്തിന്റെ വിലയാണ്. ഓക്കെ, ഒന്നാമത്തെ സാധനത്തിന്റെ വിലയാണ് P1 എന്ന് പറഞ്ഞാൽ. അടുത്ത വെർട്ടിക്കൽ ഇന്റർസെപ്റ്റ് ആണ് m/P2. സ്ലോപ്പ് കാണാൻ പറഞ്ഞാൽ നെഗറ്റീവ് P1/P2. മക്കളെ ഈ 3 ഇക്വേഷൻ പഠിക്കാതിരിക്കരുത്, ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടന്റ് ആണ്. ഹൊറിസോണ്ടൽ എന്ന് പറഞ്ഞാൽ നമുക്ക് ബഡ്ജറ്റ് ലൈൻ വരയ്ക്കണമെങ്കിൽ 2 ആക്സിസ് ഇല്ലേ, എക്സ് ആക്സിസും വൈ ആക്സിസ് ഉണ്ട് അല്ലേ. അപ്പൊ ഹൊറിസോണ്ടൽ എന്ന് പറഞ്ഞാൽ എക്സ് ആക്സിസ് ആണ്. അപ്പൊ എക്സ് ആക്സിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഈ പറയുന്ന ഇക്വേഷൻ വെച്ച് ചെയ്ത് കിട്ടുന്ന ആൻസർ മാർക്ക് ചെയ്യുക. വെർട്ടിക്കൽ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്, വെർട്ടിക്കൽ ഇത് വൈ ആക്സിസ് ആണ്, അത് m/P2 ചെയ്താൽ നമുക്ക് ആ വാല്യൂ കിട്ടും. പിന്നെ സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ വെറുതെ സ്ലോപ്പ് കാണാൻ ചോദിക്കുള്ളൂ. അപ്പൊ നിങ്ങൾക്ക് തന്നിട്ടുള്ള വാല്യൂ വെറുതെ ഡിവൈഡ് ചെയ്താൽ മതി. ഒന്നാമത്തെ സാധനത്തിന്റെ വിലയിനെ രണ്ടാമത്തെ സാധനത്തിന്റെ വില വെച്ച് ജസ്റ്റ് ഡിവൈഡ് ചെയ്തിട്ട് മൈനസ് ഇട്ട് കൊടുക്കുക, -P1/P2. നമുക്ക് ഒരു പ്രോബ്ലം നോക്കാം, അപ്പൊ നിങ്ങൾക്ക് കുറച്ചുകൂടി ക്ലിയർ ആവും. ക്വസ്റ്റ്യൻ ഇതാണ്. ഈ ക്വസ്റ്റ്യൻ 8 മാർക്കിനൊക്കെ ചോദിക്കാറുണ്ട്. m = 20, m 20 ആണ്. അതായത് നമ്മുടെ കയ്യിലുള്ള വരുമാനം 20 രൂപ കൊണ്ടാണ് നമ്മൾ കടയിൽ പോകുന്നത്. ഒന്നാമത്തെ സാധനത്തിന്റെ വില 5 രൂപ, രണ്ടാമത്തെ സാധനം 4 രൂപ. അപ്പൊ P1 5, P2 4. ഡ്രോ എ ബഡ്ജറ്റ് ലൈൻ. ബഡ്ജറ്റ് ലൈൻ വരയ്ക്കാൻ പോവാണേ. അപ്പൊ ബഡ്ജറ്റ് ലൈൻ വരയ്ക്കാൻ പറഞ്ഞ മക്കളെ നിങ്ങൾ ഒന്നും ചെയ്യേണ്ട, ഹൊറിസോണ്ടലും വെർട്ടിക്കലും കണ്ടുപിടിച്ചാൽ മതി കേട്ടോ. അത് വെച്ച് സിമ്പിൾ ആയിട്ട് ചെയ്യാം. ഹൊറിസോണ്ടൽ ഇന്റർസെപ്റ്റ് കാണുന്ന ഇക്വേഷൻ എന്താ, m/P1 അല്ലേ. m എത്രയാ, 20 അല്ലേ. P1 എത്രയാ, 5 ആണ് അല്ലേ. അപ്പൊ 20/5 നമുക്ക് 4 എന്ന് കിട്ടിയില്ലേ. ഇനി വെർട്ടിക്കൽ ഇന്റർസെപ്റ്റ് കാണണമെങ്കിലോ m/P2. അപ്പൊ m എന്ന് പറയുന്നത് 20 ആണ്, P2 എത്രയും 4 ആണ്. അപ്പൊ 20/4 നമുക്ക് 5 എന്ന് കിട്ടി. ഇത് എങ്ങനെ വരയ്ക്കേണ്ടതെന്ന് കാണിച്ചു തരാം. നമുക്കറിയാം 2 ആക്സിസ് ഉണ്ട്, എക്സ് ആക്സിസ് ആൻഡ് വൈ ആക്സിസ്. എക്സ് ആക്സിസ് ആൻഡ് വൈ ആക്സിസ് ആണ്. അപ്പൊ എക്സിൽ ഇതല്ലേ ഹൊറിസോണ്ടൽ ലൈൻ എന്ന് പറഞ്ഞ എക്സ് ആക്സിസ് ആണ് കേട്ടോ മക്കളെ, ഹൊറിസോണ്ടൽ. വെർട്ടിക്കൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ വൈ ആക്സിസ് ആണ്. അപ്പൊ ഹൊറിസോണ്ടൽ നമുക്ക് എത്രയാ, 4 അല്ലേ. അപ്പൊ നമുക്ക് ഇവിടെ 0 കൊടുക്കാം. 1 2 3 4. ഓക്കെ അല്ലേ. ഇനി വെർട്ടിക്കലിൽ നമുക്ക് എത്ര, വെർട്ടിക്കൽ എന്ന് പറയുന്നത് ഈ ലൈൻ ആണ് അല്ലെ. വെർട്ടിക്കൽ ലൈൻ എന്ന് പറയുന്നത് ഇതാണ്. അതിൽ 5 ആണ് നമുക്ക് വേണ്ടത്. അപ്പൊ 5 വരെ മാർക്ക് ചെയ്യുക. 1 2 3 4 5. ഇതിന് സ്കെയിൽ വെച്ച് വരയ്ക്കുക. ഇത് കറക്റ്റ് ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. സ്കെയിൽ വെച്ച് നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു ബഡ്ജറ്റ് ലൈൻ വരയ്ക്കുക. ദിസ് ഈസ് ദ ബഡ്ജറ്റ് ലൈൻ. അപ്പൊ ബഡ്ജറ്റ് ലൈൻ വരയ്ക്കാൻ പറഞ്ഞാൽ ഒന്നും ചെയ്യേണ്ട. ഇത് നമ്മുടെ ഗുഡ് 1 നമ്മൾ വേണമെങ്കിൽ മാർക്ക് ചെയ്ത് ഗുഡ് 2 ആണ്.
യെസ്. അപ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹൊറിസോണ്ടൽ ഇന്റർസെപ്റ്റും വെർട്ടിക്കൽ ബജറ്റ് ലൈൻ വരയ്ക്കാൻ പറഞ്ഞാൽ നിങ്ങളുടെ മനസ്സിലോട്ട് ഓടിയെത്തേണ്ടത് ഹൊറിസോണ്ടലും വെർട്ടിക്കലാണ്. ഇത് രണ്ടും കണ്ടുപിടിക്കുക. ഇത് രണ്ടും കണ്ടുപിടിച്ചാൽ ഹൊറിസോണ്ടൽ ലൈൻ എന്ന് പറഞ്ഞാൽ ഹൊറിസോണ്ടൽ ഇന്റർസെപ്റ്റ് എന്ന് പറഞ്ഞാൽ എക്സ് ആക്സിസിലാണ് നമ്മൾ അത് മാർക്ക് ചെയ്യേണ്ടത്. ഹൊറിസോണ്ടൽ നമുക്ക് 4 അല്ലേ കിട്ടിയത്, അപ്പൊ എക്സിൽ 4 മാർക്ക് ചെയ്യുക. ഇനി വെർട്ടിക്കൽ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്, വൈ ആക്സിസ് ആണ്. വെർട്ടിക്കൽ ഇന്റർസെപ്റ്റ് 5 അല്ലേ, അവിടെ 5 മാർക്ക് ചെയ്യുക. അപ്പൊ 4 നിന്ന് 5 ജോയിൻ ചെയ്ത് വരയ്ക്കുന്ന ഇതാണ് ബഡ്ജറ്റ് ലൈൻ. ഓക്കെ, സെറ്റ് ആണ്, സിമ്പിൾ ആണ് മക്കളെ. നന്നായിട്ട് പഠിച്ചിട്ട് വേണം പോകാനായിട്ട്. നമുക്ക് എന്ത് ചെയ്യാം, മറ്റൊരു ക്വസ്റ്റ്യൻ കൂടെ നോക്കാം. ഇതെല്ലാം കൂടി വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. എം നമുക്ക് 12 ആണ്. ഇവിടെ എം 12 ആണ്, P1 4 ആണ്, P2 നമുക്ക് 2 ആണ് വന്നിട്ടുള്ളത്. ഫൈൻഡ് ദ ഇക്വേഷൻ ഓഫ് ബഡ്ജറ്റ് ലൈൻ. അപ്പൊ ഇങ്ങനെ നമുക്ക് ഒരു ക്വസ്റ്റ്യൻസ് കുറച്ച് ഇൻഫർമേഷൻസ് തന്നിട്ട് നമുക്ക് ഒരു വലിയ ക്വസ്റ്റ്യൻസ് കണ്ടോ, 2, 3, 4 ക്വസ്റ്റ്യൻസ് സബ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. ഇതായിരിക്കും നിങ്ങൾക്ക് മിക്കവാറും 8 മാർക്കിനൊക്കെ ചോദിക്കാൻ ചാൻസ് ഉള്ളത്. ഒരൊറ്റ ക്വസ്റ്റ്യൻ 8 മാർക്കിന് ചോദിക്കില്ല. അപ്പൊ ഇതുപോലെ കുറെ സബ് ക്വസ്റ്റ്യൻസുകൾ ഉണ്ടായിരിക്കും. ഈ സബ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും നിങ്ങൾക്ക് എന്ത് ചെയ്യുക, 8 മാർക്കിന് ചോദിക്കുക കേട്ടോ. അത് മിക്കവാറും ഓണപരീക്ഷയ്ക്കൊക്കെ ഉറപ്പായിട്ടും വരാൻ ചാൻസ് ഉണ്ട്. കാരണം ഈ ചാപ്റ്റർ ആകെ ഒരു 3-4 ചാപ്റ്ററിലേ നിങ്ങൾക്ക് പഠിക്കാനുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ ഉറപ്പായിട്ട് വരും. പക്ഷെ പബ്ലിക്കിന് നമുക്ക് വന്ന് കണ്ടിട്ടുണ്ട് 8 മാർക്കിന് കേട്ടോ. അപ്പൊ ഇവിടെ ഫൈൻഡ് ഇക്വേഷൻ ഓഫ് ബഡ്ജറ്റ് ലൈൻ. ബഡ്ജറ്റ് ലൈൻ്റെ ഇക്വേഷൻ ഏതാണല്ലേ പറഞ്ഞേക്കണേ. ഇക്വേഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. എന്താണ്? P1 x1 പ്ലസ് P2 x2 ഈക്വൽ ടു M. ഇതാണ് നമ്മുടെ ബഡ്ജറ്റ് ലൈൻ്റെ ഇക്വേഷൻ. ഇതിൽ വാല്യൂസ് ഇട്ട് കൊടുക്കാം നമ്മള്. P1 എത്രയാ മക്കളെ ക്വസ്റ്റ്യനില്? P1 4 അല്ലേ, അപ്പൊ 4x1 പ്ലസ് P2 എത്രയാ? P2 2 അല്ലേ, 2x2 ഈക്വൽ ടു M 12 ആണ്. ഇത്ര എഴുതിയാൽ മതി, സിമ്പിൾ ആണ്. 4x1 പ്ലസ് 2x2 ഈക്വൽ ടു 12. അടുത്തത് ബഡ്ജറ്റ് ലൈനിൽ വരുന്ന കൺസംഷൻ, അതായത് 12 രൂപയ്ക്ക് തുല്യമായിട്ട് വാങ്ങാൻ കഴിയുന്ന ബണ്ടിലുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചേക്കണേ. അതായത് 12 രൂപ കൊണ്ടല്ലേ കടയിൽ പോയിക്കണേ. അപ്പൊ 12 രൂപയ്ക്ക് തുല്യമായിട്ട് എങ്ങനെയൊക്കെ വാങ്ങാം നമുക്ക്? 0, ഒന്നാമത്തെ ഒന്നും വാങ്ങാതിരിക്കാം. രണ്ടാമത്തെ ഒരു 6 വാങ്ങാം. അപ്പൊ 6 2 12 ആയില്ലേ. ഇനി നമുക്ക് എങ്ങനെ വാങ്ങാം? ഒന്നാമത്തെ 3 വാങ്ങാം. 3 4 12. രണ്ടാമത്തെ ഒന്നും വാങ്ങാതിരിക്കാം. കണ്ടോ, ഇങ്ങനെ നമുക്ക് വേണമെങ്കിൽ വാങ്ങാം. അങ്ങനെ 12 രൂപയ്ക്ക് തുല്യമായിട്ട് എങ്ങനെയൊക്കെ വാങ്ങാൻ പറ്റുമോ അത് വെറുതെ എടുത്ത് എഴുതിയാൽ മതി, ഫുൾ മാർക്ക് കിട്ടും. അപ്പൊ 0 6, ഒന്നാമത്തെ ഒന്നും വാങ്ങാതിരിക്കുക. അപ്പൊ രണ്ടാമത്തെ 6 മേടിച്ചാലല്ലേ 6 2 12 രൂപയാവാ. അടുത്തത് നമുക്ക് രണ്ടാമത്തെ ഒന്നും വാങ്ങാതിരിക്കുക, ഫസ്റ്റത്തെ 3 മേടിക്കുക. അപ്പൊ 3 4 12 ആയി അല്ലേ. ഇനി നമുക്ക് എങ്ങനെ വാങ്ങാം? ഒന്നാമത്തെ 1 മേടിച്ചു, അപ്പൊ 1 4 4 ആയി. രണ്ടാമത്തെ 4 2 8, 8 4 12 ആയില്ലേ. അങ്ങനെ 12 രൂപയായിരിക്കണം. ഇത് രണ്ടും കൂടി കൂട്ടുമ്പോൾ 12 രൂപയായിരിക്കണം കേട്ടോ. ആ രീതിയിൽ വേണം നമ്മൾ ചെയ്യാനായിട്ട്. അടുത്ത ബഡ്ജറ്റ് ലൈൻ വരയ്ക്കാനാണ്. അപ്പൊ ബഡ്ജറ്റ് ലൈൻ വരയ്ക്കണമെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞു ഹൊറിസോണ്ടലും വെർട്ടിക്കലും കണ്ടുപിടിക്കണം. അപ്പൊ അത് ഡി ക്വസ്റ്റൻ ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. ഹൊറിസോണ്ടൽ ഇന്റർസെപ്റ്റ് എങ്ങനെ കാണാം? ഹൊറിസോണ്ടൽ ഇന്റർസെപ്റ്റ് ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. എന്താണ്? M ഡിവൈഡഡ് ബൈ P1 ആണ്. ഇവിടെ M എത്രയാ ക്വസ്റ്റിൽ പറയുന്നുണ്ട്? 12 ആണ്. 12/4 എത്രയാ? 3. ഇനി വെർട്ടിക്കൽ ഇന്റർസെപ്റ്റ് കാണണമെങ്കിൽ M ബൈ P2 ആണ് അല്ലേ. ഇപ്പൊ M 12 അല്ലേ, P2 2 ആണ്. അപ്പൊ നമുക്ക് എത്ര കിട്ടി? 6 കിട്ടി. ഇനി സ്ലോപ്പ് കാണാൻ പറയുന്നുണ്ട്. സ്ലോപ്പ് കാണാൻ സിമ്പിൾ ആണ്, നെഗറ്റീവ് P1 ബൈ P2 ആണ്. അപ്പൊ എന്ത് വരും? നെഗറ്റീവ് 4/2 നമുക്ക് കട്ട് ചെയ്താൽ നെഗറ്റീവ് 2 എന്ന് കിട്ടും. ഇനി ബഡ്ജറ്റ് ലൈൻ വരയ്ക്കാൻ പറഞ്ഞിട്ടില്ലേ? ബഡ്ജറ്റ് ലൈൻ നമുക്ക് സിമ്പിൾ ആയിട്ട് വരയ്ക്കാൻ നേരത്തെ ചെയ്ത പോലെ തന്നെ നമുക്ക് എക്സ് ആക്സിസ് ഉണ്ട്, അതേപോലെ വൈ ആക്സിസ്. ഹൊറിസോണ്ടൽ എന്ന് പറഞ്ഞാൽ എക്സ് ആണ്, അത് 3 ആണ് വേണ്ടത് നമുക്ക്. 0 1 2 3. ഇവിടെ 6 ആണ്. അപ്പൊ 1 2 3 4 5 6. എന്നിട്ട് എന്ത് ചെയ്യുക? S6 നിന്നും 3 ഒരു ലൈൻ വരയ്ക്കുക. ദിസ് ഈസ് ദ ബഡ്ജറ്റ് ലൈൻ. സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാവുന്നേ കേട്ടോ. അപ്പൊ എല്ലാവരും ഇത് വരയ്ക്കുക. ജസ്റ്റ് ഒന്ന് വേഗത്തിൽ കാണിച്ചു തരാം. ഒന്ന് കാണിച്ചു കൊടുത്തു സാറേ. ഇവിടെ കൃത്യമായിട്ട് വരച്ചിട്ടുണ്ട്. ഇപ്പൊ പറഞ്ഞ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ രീതിയിലാണ് നമ്മൾ ആൻസർ എഴുതേണ്ടത്. ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് ഹൊറിസോണ്ടലും വെർട്ടിക്കലും കാണിച്ചു തരാം. ഇതാണ് ഹൊറിസോണ്ടൽ വെർട്ടിക്കലും. സ്ലോപ്പ് -2 ആണ്. സിമ്പിൾ ആയിട്ട് ഇതെല്ലാം ചെയ്ത് വർക്ക്ഔട്ട് ചെയ്ത് കാണിച്ചിട്ടുള്ളതാണ്. ഇനി പക്ഷേ നമുക്ക് ഈ ഒരു കേസിൽ, അതായത് ഈ ഒരു ബഡ്ജറ്റ് ലൈനിന്റെ കേസിൽ നമുക്ക് 2 കേസസ് പഠിക്കാനായിട്ടുണ്ട്. കേസ് 1 നമുക്ക് നോക്കാം. when the income of the consumer changes. ഒരു ഉപഭോക്താവിന്റെ കയ്യിലുള്ള വരുമാനത്തിന് മാറ്റം സംഭവിച്ചാൽ ബഡ്ജറ്റ് ലൈന് എന്ത് മാറ്റം സംഭവിക്കാം എന്ന് ചിലപ്പോൾ ചോദിക്കാം. ഓക്കെ, അത് ചോദിക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? സെയിം ബഡ്ജറ്റ് ലൈനിൽ തന്നെ വരച്ച് കാണിക്കണം. എന്നാലേ ആ ഒരു ചേഞ്ച് നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുള്ളൂ കേട്ടോ. ഇതും ചിലപ്പോൾ 8 മാർക്കിനൊക്കെ ചിലപ്പോൾ നമുക്ക് ചോദിക്കാം കേട്ടോ. നമുക്ക് നോക്കാം. ഒന്നാമത്തെ കേസ് M 12 ആണ്, P1 4 ആണ്, P2 2 ആണ്. ഇപ്പൊ ചെയ്ത അതേ ക്വസ്റ്റൻ ആണ്. ഫൈൻഡ് ഇക്വേഷൻ ഓഫ് ബഡ്ജറ്റ് ലൈൻ. ഇനി നമ്മൾ വീണ്ടും ഇക്വേഷൻ എഴുതുന്നില്ല. P1 x1 പ്ലസ് P2 x2 ഈക്വൽ ടു M ആണല്ലോ. P1 4 അല്ലേ, അപ്പൊ 4x1 പ്ലസ് 2x2 ഈക്വൽ ടു M എന്ന് പറഞ്ഞാൽ എത്രയാ? ഈക്വൽ ടു 12. ഓക്കെ അല്ലേ. അടുത്ത ബഡ്ജറ്റ് ലൈൻ വരയ്ക്കാൻ പറഞ്ഞിട്ടുണ്ട്.
അപ്പൊ ഞാൻ നേരത്തെ ഓൾറെഡി ഞാൻ ബഡ്ജറ്റ് ലൈൻ വരച്ചിട്ടുണ്ടായിരുന്നു അല്ലെ, ഹൊറിസോണ്ടലും വെർട്ടിക്കലും കണ്ടുപിടിച്ചിട്ട് ഓൾറെഡി ഞാൻ ബഡ്ജറ്റ് ലൈൻ വരച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ കാണിച്ചു തരാം. ഓക്കെ, നമുക്ക് നോക്കാം. ഇതിനകത്ത് ആദ്യം നമുക്ക് ഹൊറിസോണ്ടൽ ഇന്റർസെപ്റ്റ് വർക്ക്ഔട്ട് ചെയ്യാം കേട്ടോ. ജസ്റ്റ് ഒന്ന് നോക്കിയിരിക്കുക എല്ലാവരും. ഹൊറിസോണ്ടൽ ഇന്റർസെപ്റ്റ് വർക്ക്ഔട്ട് ചെയ്യണമെങ്കിൽ m/p1 ആണ് അല്ലെ. ഇപ്പൊ m ഇവിടെ എത്രയാ? 12 ആണ്. അപ്പൊ 12/4 നമുക്ക് 3 എന്ന് കിട്ടും. ഈ വെർട്ടിക്കൽ ഇന്റർസെപ്റ്റ് എന്ന് പറഞ്ഞാൽ m/p2 ആണ്. 12/2 നമുക്ക് എന്ത് കിട്ടി? 6 കിട്ടി. ഓക്കെ അല്ലേ? അപ്പൊ ഇത് വെച്ചിട്ട് നമുക്ക് ഒരു ബഡ്ജറ്റ് ലൈൻ വരയ്ക്കാൻ പോവാണ്. ഞാൻ ബഡ്ജറ്റ് ലൈൻ വരയ്ക്കാൻ പോവാണ്. അപ്പൊ ഹൊറിസോണ്ടലിൽ നമുക്ക് 3 ആണ് വേണ്ടത് അല്ലെ. അപ്പൊ 0 1 2 3. ഇവിടെയാണ് 6 ആണ്. 1 2 3 4 5 6. ഞാൻ കുറച്ച് അഡീഷണൽ ആയിട്ട് എഴുതിയിട്ടാക്കാം. 8 ഇവിടെ അഡീഷണൽ ആയിട്ട് എഴുതാം. 4 5 6. യെസ്, കിടക്കട്ടെ. ഡ്രോ ദ ബഡ്ജറ്റ് ലൈൻ. ബഡ്ജറ്റ് ലൈൻ വരയ്ക്കാൻ പോവാണ്. അപ്പൊ നമുക്ക് ഈ ഒരു ഇൻഫർമേഷൻ പ്രകാരം ഹൊറിസോണ്ടലിൽ നമുക്ക് 3 ആണ്, വെർട്ടിക്കൽ 6 ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം? യെസ്, 6ൽ നിന്നും 3ലേക്ക് ഒരു ലൈൻ വരയ്ക്കാം. ഇതാണ് ബഡ്ജറ്റ് ലൈൻ. ഇനി സി ക്വസ്റ്റ്യൻ നോക്കി. ഇഫ് ദ ഇൻകം ഇൻക്രീസസ് ടു ₹16. ഇൻകം മക്കളെ എം എത്രയായി? 12ന് പകരം ഈ 12 ഇല്ലേ, ഈ 12ന് പകരം നമുക്ക് എത്രയായി? 16 ആയി. എം 16 ആയാൽ ബഡ്ജറ്റ് ലൈൻ എന്ത് സംഭവിക്കുന്നതാണ് ചോദിച്ചേക്കണേ. അപ്പൊ പ്രൈസിന് മാറ്റമൊന്നുമില്ല കേട്ടോ. P1നും P2നും മാറ്റമൊന്നുമില്ല. അപ്പൊ ന്യൂ ബഡ്ജറ്റ് ലൈൻ എങ്ങനെയായിരിക്കും? അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഈ ഓൾറെഡി ഉള്ള പഴയ ബഡ്ജറ്റ് ലൈൻ വരയ്ക്കണം. രണ്ടാമത്തെ ഒരു സി ക്വസ്റ്റ്യൻ ആയിട്ട് ഈ ബഡ്ജറ്റ് ലൈൻ വരച്ചിട്ട് ഇവിടെ ഹൊറിസോണ്ടലും വെർട്ടിക്കലും വീണ്ടും കണ്ടുപിടിക്കണം. ഹൊറിസോണ്ടലും വെർട്ടിക്കലും കാണാലോ. ഹൊറിസോണ്ടൽ കാണുന്ന ഇക്വേഷൻ m/p1 ആണ്. m ഇപ്പൊ മാറിയില്ലേ? m 12 ആയിരുന്നു, ഇപ്പൊ m 16 ആയില്ലേ? അപ്പൊ 16/p1ന് മാറ്റമൊന്നുമില്ല. P1 4 തന്നെയാണ്. അപ്പൊ 16/4 നമുക്ക് എന്ത് കിട്ടും? 4 എന്ന് കിട്ടും. ഇനി വെർട്ടിക്കൽ ഇന്റർസെപ്റ്റോ m/p2. അപ്പൊ എമ്മിന് എത്രയും m 12 എന്നുള്ളത് 16 ആയി. അപ്പൊ എമ്മിന്റെ അവിടെ 12 കൊടുക്കാം. P2ന് മാറ്റമൊന്നുമില്ല. P2 16/2 നമുക്ക് 8 2 16 8 എന്ന് കിട്ടി. അപ്പൊ ഹൊറിസോണ്ടൽ എത്രയായി മക്കളെ? ഹൊറിസോണ്ടൽ 4 ആയി, വെർട്ടിക്കലോ 8 ആയി. എന്നിട്ട് എന്ത് ചെയ്യാ? യെസ്, ഇങ്ങനെ ഒരു പുതിയ ബഡ്ജറ്റ് ലൈൻ വരയ്ക്കാം. പുതിയ ബഡ്ജറ്റ് ലൈൻ വരയ്ക്കാം കണ്ടോ. അപ്പൊ പുതിയ ബഡ്ജറ്റ് ലൈൻ എന്ത് സംഭവിച്ചു? പുതിയ ബഡ്ജറ്റ് ലൈൻ അപ്വേർഡിലോട്ട് ഷിഫ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞു എഴുതണം കേട്ടോ. നല്ല മാർക്ക് കിട്ടുള്ളൂ. അപ്പൊ കൺക്ലൂഷൻ ചെയ്താൽ പറയും വാട്ട് വിൽ ഹാപ്പൻ ടു ദ ബഡ്ജറ്റ് ലൈൻ, അല്ലെങ്കിൽ വാട്ട് വിൽ ഹാപ്പൻ ടു ദ ന്യൂ ബഡ്ജറ്റ് ലൈൻ. പുതിയ ബഡ്ജറ്റ് ലൈൻ എന്ത് സംഭവിച്ചു? പുതിയ ബഡ്ജറ്റ് ലൈൻ റൈറ്റിലോട്ട് ഷിഫ്റ്റ് ചെയ്തു അല്ലെങ്കിൽ ഇൻക്രീസ് ചെയ്തു എന്ന് പറഞ്ഞു എഴുതിയാലും മതി. ദ ന്യൂ ബഡ്ജറ്റ് ലൈൻ ഇൻക്രീസസ് എന്ന് എഴുതിയാലും മതി കേട്ടോ. അപ്പൊ പഴയ ബഡ്ജറ്റ് ലൈൻ വരച്ചിട്ട് വേണം, അതിനകത്ത് വേണം പുതിയ ബഡ്ജറ്റ് ലൈൻ വരയ്ക്കാനായിട്ട് കേട്ടോ. എന്നാലേ നമുക്ക് ആ ചേഞ്ച് മനസ്സിലാവുള്ളൂ. അടുത്ത ഡി ക്വസ്റ്റ്യൻ നോക്കി. ഇഫ് ദ ഇൻകം ഈസ് റെഡ്യൂസ്ഡ് ടു ₹10. അപ്പൊ എം എത്രയായി മക്കളെ? എം 10 ആയി. എം 10 ആയി. ആദ്യം ക്വസ്റ്റ്യനിൽ എം 12 ആയിരുന്നു, പിന്നെ എം 16 ആയി. എം ഇപ്പൊ എത്രയായി? 10. ഇൻകം കുറഞ്ഞ് 10 രൂപയായി. അപ്പോ എന്ത് സംഭവിക്കും ബഡ്ജറ്റ് ലൈൻ? അപ്പൊ ഹൊറിസോണ്ടലും വെർട്ടിക്കലും നമ്മൾ വീണ്ടും കാണണം. ഹൊറിസോണ്ടൽ എത്രയാ? m/p1 അല്ലേ. അപ്പൊ എം ഇപ്പൊ 10 രൂപയായി അല്ലേ. അപ്പൊ 10/p1 എത്രയാ? 4 അല്ലേ. അപ്പൊ 10/4 2.5 എന്ന് കിട്ടും. ഇനി വെർട്ടിക്കൽ കാണണമെങ്കിലോ m/p2 ആണ്. അപ്പൊ 10/p2 എത്ര? 2 അല്ലേ. 10/2 നമുക്ക് 5 കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഹൊറിസോണ്ടൽ നമുക്ക് 2.5. ഹൊറിസോണ്ടൽ എന്ന് പറഞ്ഞാൽ എക്സ് ആക്സിസ് ആണ്, അതിൽ 2.5. വെർട്ടിക്കലിലോ 5 ആണ്. അപ്പൊ നമുക്ക് പുതിയ ബഡ്ജറ്റ് ലൈൻ നമുക്ക് ഇതിങ്ങനെയാണ് കിട്ടുക. അതിങ്ങനെ കിട്ടും കേട്ടോ. അപ്പൊ എന്ത് സംഭവിച്ചു? താഴോട്ട് ഷിഫ്റ്റ് ചെയ്തു. അല്ലെങ്കിൽ ബഡ്ജറ്റ് ലൈൻ ഡിക്രീസസ് എഴുതിയാലും മതി. ഡിക്രീസസ്. പുതിയ ബഡ്ജറ്റ് ലൈൻ എന്തായി? ഡിക്രീസസ്. ഇവിടെയാണെങ്കിൽ ബഡ്ജറ്റ് ലൈൻ എന്ത് സംഭവിച്ചു? ഇൻക്രീസസ്. ബഡ്ജറ്റ് ലൈൻ ഇൻക്രീസസ്. യെസ്, അങ്ങനെ എഴുതിയാലും മതി കേട്ടോ. അപ്പൊ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമുക്ക് 8 മാർക്കിന് ചോദിക്കാം. പിന്നെ ഇത് കൂടാതെ നമുക്ക് എന്ത് ചോദിക്കാം? ഈ P1നും P2നും ചേഞ്ചസ് വരുന്ന ക്വസ്റ്റ്യൻസ് വരാം കേട്ടോ. അപ്പൊ ഇതിന്റെ കൺക്ലൂഷൻ നോക്കി. ഇഫ് ഇൻകം ഇൻക്രീസ് ചെയ്താല് പ്രൈസിനൊന്നും മാറ്റില്ലെങ്കിൽ ദ ന്യൂ ബഡ്ജറ്റ് ലൈൻ വിൽ ഷിഫ്റ്റ് പാരലലി അപ്വേർഡ്. കണ്ടോ, അതായത് പുതിയ ബഡ്ജറ്റ് ലൈൻ സംഭവിച്ചു പഴയ ബഡ്ജറ്റ് ലൈനിൽ പാരലായിട്ട് സമാന്തരമായിട്ട് അപ്വേർഡിലോട്ട് ഷിഫ്റ്റ് ചെയ്തു. ഇനി ഇൻകം കുറഞ്ഞപ്പോഴോ? ഇൻകം 12 രൂപയിൽ നിന്ന് 10 രൂപയായപ്പോൾ ബഡ്ജറ്റ് ലൈൻ താഴോട്ടല്ലേ വന്നത്. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? ഇഫ് ഇൻകം ഡിക്രീസസ് ആൻഡ് ദ പ്രൈസ് റിമെയിൻ കോൺസ്റ്റന്റ് ദ ന്യൂ ബഡ്ജറ്റ് ലൈൻ വിൽ ഷിഫ്റ്റ് പാരലലി ഡൗൺവേർഡ്. താഴോട്ട് സമാന്തരമായിട്ട് ഷിഫ്റ്റ് ചെയ്തു എന്ന് വേണമെങ്കിൽ നമുക്ക് കൺക്ലൂഷൻ ആയിട്ട് എഴുതി വെക്കാം കേട്ടോ. ഇനി ഇതേപോലെ കൺക്ലൂഷൻ എഴുതണമെന്നൊന്നുമില്ല. ദ ന്യൂ ബഡ്ജറ്റ് ലൈൻ ഇൻക്രീസസ് എന്ന് പറഞ്ഞാലും എഴുതിയാലും മതി. പുതിയ ബഡ്ജറ്റ് ലൈൻ കൂടി. ന്യൂ ബഡ്ജറ്റ് ലൈൻ ഡിക്രീസസ് എന്ന് പറഞ്ഞ് എഴുതിയാലും മതി. പാരലലി ഡൗൺവേർഡ്സ് എന്ന് എഴുതണമെന്നില്ല കേട്ടോ. അങ്ങനെ എഴുതിയാലും ഫുൾ മാർക്ക് കിട്ടും. അപ്പൊ ഇതാണ് നമ്മുടെ 8 മാർക്കിന് വരിക. ഇനി ഒരു കേസ് 2 കൂടി ഉണ്ട്. നമുക്ക് കേസ് 2 കൂടി നമുക്ക് നോക്കാം.
ഓക്കെ, അപ്പൊ കേസ് 2 പറയുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതുവരെ പഠിച്ച കേസ് 1 എന്താ ബഡ്ജറ്റ് ലൈനിൽ മാറ്റം സംഭവിക്കുക എപ്പോ ഇൻകം കൂടുകയോ ഇൻകം കുറയുകയോ ചെയ്യുമ്പോൾ. പക്ഷെ ഇവിടെ അങ്ങനെയല്ല പറയണം. നോക്കി, M20 ആയിരുന്നു, P1 5 P2 4 ബഡ്ജറ്റ് ലൈൻ വരയ്ക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഇഫ് ദ പ്രൈസ് ഓഫ് ഗുഡ് വൺ ഇൻക്രീസസ്, കണ്ടോ, അതായത് സാധനത്തിന്റെ വില, ഒന്നാമത്തെ സാധനത്തിന്റെ വില 5 രൂപയിൽ നിന്ന് 10 രൂപയായപ്പോൾ ബഡ്ജറ്റ് ലൈൻ എന്ത് സംഭവിക്കും? അടുത്തതോ, ഇഫ് ദ പ്രൈസ് ഓഫ് ഗുഡ് വൺ കുറഞ്ഞു, 5 രൂപയിൽ നിന്ന് 4 രൂപയായപ്പോൾ ബഡ്ജറ്റ് ലൈൻ. അപ്പൊ ഇതുവരെ പഠിച്ച ക്വസ്റ്റനിൽ ഇൻകം ആണ് കൂടിയിരുന്നത് അല്ലെ, M ആയിരുന്നു കൂടിയതും M കുറയാണ് ചെയ്തത്. ഇവിടെയാണെങ്കിലോ ഗുഡ് വണ്ണിന്റെ വില കൂടുകയോ കുറയുകയോ ചെയ്യുമ്പോൾ ബഡ്ജറ്റ് ലൈൻ എന്ത് സംഭവിക്കും? നമുക്ക് നോക്കാം. അപ്പൊ ആദ്യം നമ്മൾ എന്ത് ചെയ്യുക, ഒറിജിനൽ ബഡ്ജറ്റ് ലൈൻ വരച്ചു വെക്കുക. അപ്പൊ ഹൊറിസോണ്ടൽ ഇന്റർസെപ്റ്റ് കണ്ടുപിടിക്കണ്ടേ? ഹൊറിസോണ്ടൽ കാണാൻ M/P1. അപ്പൊ M എത്രയാ ക്വസ്റ്റനിൽ? 20. അപ്പൊ 20/5 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 4 എന്ന് കിട്ടും. ഇനി വെർട്ടിക്കൽ ഇന്റർസെപ്റ്റ് കാണണമെങ്കിലോ M/P2. അപ്പൊ M എത്രയാ? 20. P2 ആണെങ്കിൽ 4. അപ്പൊ നമുക്ക് 5 എന്ന് കിട്ടിയില്ലേ? 5 കിട്ടി. നമുക്ക് എന്ത് ചെയ്യാം? ഇനി ബഡ്ജറ്റ് ലൈൻ വരയ്ക്കാൻ പോവാണ്. ബഡ്ജറ്റ് ലൈൻ വരയ്ക്കാൻ പോവാണ്. യെസ്, ഒരു അടിപൊളിയായിട്ടുള്ള ബഡ്ജറ്റ് ലൈൻ നമുക്ക് വരയ്ക്കാം. ഈസ് എക്സ് ആക്സിസ്, വൈ ആക്സിസ് 0 1 2 3 4 5 6 ഒരു വരച്ചിട്ടേക്കാം. 1 2 3 4 5 6. ഓക്കെ, അപ്പൊ ഹൊറിസോണ്ടലിൽ നമുക്ക് എത്രയാണ് വേണ്ടത്? 4. അപ്പൊ ഇവിടെ 4 മാർക്ക് ചെയ്തു. വെർട്ടിക്കലിൽ നമുക്ക് 5. നമ്മൾ എന്ത് ചെയ്യാം? 5-ൽ നിന്നും 4-ലേക്ക് ഒരു ലൈൻ നമ്മൾ വരച്ചാൽ നമുക്ക് എന്ത് കിട്ടി? നമുക്ക് ബഡ്ജറ്റ് ലൈൻ കിട്ടി. ഇതാണ് നമ്മുടെ ബഡ്ജറ്റ് ലൈൻ. ഓക്കെ അല്ലേ? ഇനി നമ്മൾ എന്ത് സംഭവിക്കുക? നമ്മുടെ ബി ക്വസ്റ്റ്യനിലോട്ട് നമുക്ക് പോവാം. ബി ക്വസ്റ്റ്യനിൽ എന്താ പറയുന്നത് നോക്കി. ഇഫ് ദ പ്രൈസ് ഓഫ് ഗുഡ് വൺ ഇൻക്രീസസ്, അതായത് P1 എന്തായി? P1 എന്ന് പറയുന്നത് 5-ന് പകരം എത്രയായി? 10 ആയി. 5-ന് പകരം എത്രയായി? 10 ആയി. അപ്പൊ ബഡ്ജറ്റ് ലൈൻ എന്ത് സംഭവിക്കും? അപ്പൊ നമ്മൾ ഹൊറിസോണ്ടൽ കാണണം. ഹൊറിസോണ്ടൽ കാണാൻ M/P1 അല്ലേ? അപ്പോ M-ന് മാറ്റമൊന്നുമില്ല. M20 തന്നെയാണ് കേട്ടോ മക്കളെ. അപ്പൊ 20/10. P1 മാറി. P1 ഇപ്പൊ എത്രയായി? 10 ആയി അല്ലെ? ഒന്നാമത്തെ സാധനത്തിന്റെ വില കൂടി 10 ആയി. അപ്പൊ 20/10 നമുക്ക് 2 ആയി. വെർട്ടിക്കലിന്റെ മാറ്റം ഉണ്ടാവില്ല, കാരണം M/P2 അല്ലേ? M-ന് മാറ്റില്ല, 20. P2-നും മാറ്റില്ല. ഒന്നാമത്തെ സാധനം മാത്രമല്ലേ വില കൂടിയിട്ടുള്ളൂ. രണ്ടാമത്തെ 4 തന്നെയാണ്. അപ്പൊ 20/4 നമുക്ക് എത്രയാ? യെസ്, 5 തന്നെയാണ് വരിക. അപ്പൊ ഹൊറിസോണ്ടലിൽ നമ്മൾ 2 മാർക്ക് ചെയ്യുക, വെർട്ടിക്കലിൽ 5 മാർക്ക് ചെയ്യുക. അപ്പൊ എന്ത് സംഭവിച്ചു? ബഡ്ജറ്റ് ലൈൻ താഴോട്ട് ഇങ്ങനെ കുത്തനെ താഴോട്ട് പോയി. കണ്ടോ, കുത്തനെ താഴോട്ട് പോയി. ഇതാണ് പുതിയ ബഡ്ജറ്റ് ലൈൻ. ഇനി നമുക്ക് എങ്ങനെ വരാം? നമ്മുടെ ക്വസ്റ്റ്യൻ C പറയുന്നുണ്ട്, ഇഫ് ദ പ്രൈസ് ഓഫ് ഗുഡ് വൺ ഫോൾസ് ടു 4, അതായത് 5 രൂപയിൽ നിന്നും 4 രൂപയായപ്പോൾ പുതിയ ബഡ്ജറ്റ് ലൈൻ എന്ത് സംഭവിച്ചു? അപ്പൊ നമ്മുടെ ഹൊറിസോണ്ടൽ ഇന്റർസെപ്റ്റ് മാറിയില്ലേ? ഹൊറിസോണ്ടല് M/P1 ആണ് അല്ലെ? അപ്പൊ P1 മാറിയില്ലേ? അപ്പോ 20/P1 എത്രയായി? ഇപ്പോ P1 4 രൂപയായി. അപ്പൊ 20/4 നമുക്ക് 5. അപ്പൊ ഹൊറിസോണ്ടല് നമുക്ക് 5-ഉം വെർട്ടിക്കല് മാറ്റമൊന്നുമില്ല, 5 തന്നെയായിരിക്കും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക? 5-ന്ന് 5-ലോട്ട് വരയ്ക്കുക. 5-ന്ന് 5-ലോട്ട് വരയ്ക്കുക. യെസ്, ഇതാണ് പുതിയ ബഡ്ജറ്റ് ലൈൻ. അപ്പൊ എല്ലാവരും ഇതൊന്ന് പഠിക്കണം കേട്ടോ, വരച്ച് പഠിക്കണം, എന്നാലേ കറക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടുള്ളൂ. അപ്പൊ ഈ ഹൊറിസോണ്ടലും വെർട്ടിക്കലും കണ്ടാൽ നമുക്ക് എത്ര ബഡ്ജറ്റ് ലൈൻ വേണമെങ്കിൽ വരയ്ക്കാം. അപ്പൊ ഇതിന് കൺക്ലൂഷൻ നമുക്ക് എന്ത് എഴുതാൻ നോക്കാം. നോക്കി, ഇഫ് ദ പ്രൈസ് ഓഫ് ഗുഡ് വൺ ഓർ ഗുഡ് ടു, ഒന്നാമത്തെ സാധനത്തിന്റെ വിലയോ അല്ലെങ്കിൽ രണ്ടാമത്തെ സാധനത്തിന്റെ വിലയോ കൂടിയാൽ, അതല്ല ഒന്നാമത്തെ സിറ്റുവേഷൻ അല്ലേ, കൂടിയാൽ പുതിയ ബഡ്ജറ്റ് ലൈൻ എന്താവും? മോർ സ്റ്റീപ്പർ ആവും. സ്റ്റീപ്പർ എന്ന് പറഞ്ഞാൽ എന്താ? യെസ്, കുത്തനെ താഴോട്ട് പോകും. ഇനി ഇഫ് ദ പ്രൈസ് ഓഫ് ഗുഡ് വൺ ഓർ ഗുഡ് ടു ഡിക്രീസസ്, ഒന്നാമത്തെ സാധനത്തിന്റെ വിലയോ രണ്ടാമത്തെ സാധനത്തിന്റെ വിലയോ കുറഞ്ഞാൽ ബഡ്ജറ്റ് ലൈൻ എന്താവും? മോർ ഫ്ലാറ്റർ ആവും. കണ്ടോ, മോർ ഫ്ലാറ്റർ ആയിട്ട് മാറും. അപ്പൊ ഇതുപോലെ കൺക്ലൂഷൻ എഴുതണമെന്നൊന്നുമില്ല, ഇതുപോലെ എഴുതിയാൽ അത്രയും നന്നായിരിക്കും. ഇനി ഇതെല്ലാം കൂടി ഉള്ള ഒരൊറ്റ ക്വസ്റ്റ്യൻ നമ്മുടെ പ്രീവിയസ് ഇയറിൽ 2020 നമുക്ക് 8 മാർക്കിന് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. മിസ്സിസ് സുധ വാണ്ട്സ് ടു കൺസ്യൂം ആപ്പിൾ ആൻഡ് ഓറഞ്ച്. ഓക്കെ അല്ലേ? മിസ്സിസ് സുധ എന്ത് ചെയ്യാണ്? ആപ്പിളും ഓറഞ്ചും വാങ്ങാൻ വേണ്ടി പോവാണ്. ഹെർ ഇൻകം ഈസ് ₹400. അവരുടെ കയ്യിലുള്ള വരുമാനം 400 രൂപയാണ്. അതായത് സുധ 400 രൂപയും കൊണ്ടാണ് കടയിൽ പോണത്. ദ പ്രൈസ് ഓഫ് ആപ്പിൾ, ആപ്പിളിന്റെ വില 80 രൂപയാണ്. 1 കിലോയ്ക്ക് 80 രൂപയാണ് ആപ്പിള്. ആൻഡ് ഓറഞ്ച് എത്രയാ? 50 രൂപ. പ്രൈസ് ഓഫ് ഗുഡ് വൺ P1 80-ഉം P2 50-ആണ്. നിങ്ങൾ ആദ്യം എന്ത് ചെയ്യണമെന്ന് അറിയോ? ഇങ്ങനെ വലിയ വേർഡ് പ്രോബ്ലം ഒക്കെ തരുമ്പോൾ നിങ്ങൾ തന്നിട്ടുള്ള ഇൻഫർമേഷൻസ് നമ്മൾ ആൽഫബറ്റ്സ് വെച്ച് എഴുതാം. നമുക്കറിയാലോ എക്കണോമിക്സിൽ വരുമാനം, ഇൻകത്തിന് M അല്ലേ?
അപ്പൊ എം 400. നമുക്ക് തന്നിട്ടുള്ള വിവരങ്ങൾ ജസ്റ്റ് നമ്മൾ എടുത്ത് പെറുക്കി എടുത്ത് എഴുതിയാൽ നമുക്ക് പിന്നെ ഏത് സബ് ക്വസ്റ്റിനും നമുക്ക് സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാനായിട്ട് വർക്ക്ഔട്ട് ചെയ്യാനായിട്ട് നമുക്ക് ഇവിടെ പറ്റും. ഇവിടെ എം നമുക്ക് തന്നിട്ടുണ്ടല്ലോ. എം എത്രയാ? എസ് എം എന്ന് പറഞ്ഞാൽ 400 ആണ്. നമുക്ക് എഴുതാൻ പോവാണ് ജസ്റ്റ് ഒന്ന്. എം ഇസ് ഈക്വൽ ടു 400. P1 ഒന്നാമത്തെ സാധനത്തിന്റെ വില എത്രയാ? യെസ് 80 രൂപ. ആപ്പിളിന്റെ വില 80 രൂപ. P2 രണ്ടാമത്തെ സ്ഥാനത്തെ വില 50 രൂപ. യെസ്, ഇത്രയും ഇൻഫർമേഷൻസ് കിട്ടിയാൽ പിന്നെ നമുക്ക് ഏത് ക്വസ്റ്റ്യൻ വേണമെങ്കിലും നമുക്ക് വർക്ക്ഔട്ട് ചെയ്യാം. അപ്പൊ ഇവിടെ എന്താ പറയണേ? ഡ്രോ ദ ബഡ്ജറ്റ് ലൈൻ. ബഡ്ജറ്റ് ലൈൻ വരയ്ക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഹൊറിസോണ്ടലും വെർട്ടിക്കലും കാണാം ബഡ്ജറ്റ് ലൈൻ വരയ്ക്കുക. ഇക്വേഷൻ ഓഫ് ബഡ്ജറ്റ് ലൈൻ P1x1 plus P2x2 ഈക്വൽ ടു എം അല്ലേ? അപ്പൊ 80x1 plus 50x2 ഈക്വൽ ടു 400. സിമ്പിൾ. അടുത്ത, ഹൗ മച്ച് കിലോഗ്രാം ഓഫ് ആപ്പിൾ ദാറ്റ് മിസ്സിസ് സുധ ക്യാൻ കൺസ്യൂം ഇഫ് ഷീ സ്പെൻഡ് ദ ഹോൾ ഇൻകം ഓൺ ദാറ്റ് ഗുഡ് എലോൺ. അതായത് നമ്മുടെ സുധ ഉണ്ടല്ലോ, സുധയുടെ കയ്യിലുള്ള ഈ 400 രൂപ മൊത്തമായിട്ടും ആപ്പിൾ വാങ്ങാൻ ഉപയോഗിച്ചാൽ, കണ്ടോ, ഗുഡ് എലോൺ, ഹോൾ ഇൻകം ഓൺ ദാറ്റ് ഗുഡ് എലോൺ, ആ ഗുഡ് മാത്രം, ഏത് മാത്രം? ആപ്പിൾ മാത്രം ഉപയോഗിച്ചാൽ സുധയ്ക്ക് എത്ര കിലോ ആപ്പിൾ വാങ്ങാൻ പറ്റും? ക്വസ്റ്റ്യൻ ഇതാണ് കേട്ടോ. 400 രൂപയും കൊണ്ട് നമ്മൾ കടയിൽ പോയി. 400 രൂപ കൊണ്ട് കടയിൽ പോയി. സുധ ആപ്പിൾ മാത്രമേ വാങ്ങുന്നുള്ളൂ. ഗുഡ് എലോൺ, ആ ഗുഡ് മാത്രമേ വാങ്ങുന്നുള്ളൂ. എത്ര ആപ്പിളിന് വില? 80 രൂപയല്ലേ? അപ്പൊ 80 രൂപ വിലയുള്ള ആപ്പിൾ നമുക്ക് എത്ര കിലോ കിട്ടും 400 രൂപയ്ക്ക്? 8 40, 5 കിലോ കിട്ടില്ലേ? 80 രൂപയാണ് ഒരു കിലോക്ക്. ഒരു കിലോ ആപ്പിളിന് 80 രൂപ വില. 400 രൂപ കൊടുത്താൽ നമുക്ക് എത്ര കിലോ ആപ്പിൾ കിട്ടും? 5 കിലോ കിട്ടും. അപ്പൊ ആൻസർ എത്രയാ? 5 kg കേട്ടോ. അടുത്ത ക്വസ്റ്റിലോട്ട് പോവാം നമുക്ക്. വാട്ട് ഈസ് ദ സ്ലോപ്പ് ഓഫ് ദ ബഡ്ജറ്റ് ലൈൻ? സ്ലോപ്പ് കാണാൻ നിങ്ങൾക്ക് അറിയാലോ, നെഗറ്റീവ് P1 by P2 അല്ലേ? അപ്പൊ -80/50 എന്ന് എഴുതി വെച്ചാൽ മതി. നെഗറ്റീവ് P1 by P2. അടുത്ത്, ഡ്രോ ദ ന്യൂ ബഡ്ജറ്റ് ലൈൻ ഇൻ ദ സെയിം ഗ്രാഫ് ഇഫ് ഹെർ ഇൻകം ഫോൾസ് ടു. നമ്മൾ നേരത്തെ പറയണം, ഇൻകം 200 രൂപയായിട്ട് കുറഞ്ഞാൽ ബഡ്ജറ്റ് ലൈൻ എന്ത് സംഭവിക്കും? ബഡ്ജറ്റ് ലൈൻ എന്താവും? യെസ്, പാരലലി ഡൗൺവേർഡ് ആവും. അടുത്ത്, ആപ്പിളിന്റെ വില മാത്രം എന്തായി? 100 രൂപയെ 80 രൂപയിൽ നിന്നും ആപ്പിളിന്റെ വില കൂടിയാൽ അത് ബഡ്ജറ്റ് ലൈൻ മോർ സ്റ്റീപ്പർ ആവും. അത് വരച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും കേട്ടോ. സിമ്പിൾ ആയിട്ട് നമ്മുടെ ഹൊറിസോണ്ടലും വെർട്ടിക്കലും കണ്ടുപിടിച്ചിട്ട് നിങ്ങൾ വരച്ചാൽ മതി. നെക്സ്റ്റ് ടോപ്പിക്കിലോട്ട് നമുക്ക് പോവാം. നെക്സ്റ്റ് ടോപ്പിക്കാണ് മോണോടോണിക് പ്രിഫറൻസ്. മോണോടോണിക് പ്രിഫറൻസ് പറഞ്ഞാൽ 2 ബണ്ടിലുകൾ എടുക്കുകയാണെങ്കിൽ, നമ്മൾ 2 കൺസംഷൻ ബണ്ടിൽ എടുത്താൽ എവിടെയാണോ നമുക്ക് കൂടുതൽ സാറ്റിസ്ഫാക്ഷൻ കിട്ടുക അതിനെയാണ് മോണോടോണിക് പ്രിഫറൻസ് എന്ന് പറയുക. ഇപ്പൊ ഫോർ എക്സാമ്പിൾ, ഇപ്പൊ 2 ബണ്ടിൽ നമുക്ക് 5 4 4 4 2 ബണ്ടിൽ ഉണ്ടല്ലോ. ഇതിൽ ഏറ്റവും കൂടുതൽ സാറ്റിസ്ഫാക്ഷൻ ഏതാ? 5 4 കാരണം 5ഉം 4 കൂടി കൂട്ടിയാൽ നമുക്ക് 9 കിട്ടും അല്ലെ? പക്ഷെ 4 4 കൂടി 8 കിട്ടുള്ളൂ. അപ്പൊ ആദ്യം കൺസ്യൂമർ ഇത് പ്രിഫർ ചെയ്തിട്ടേ ഇത് പ്രിഫർ ചെയ്യുള്ളൂ. അപ്പൊ ഇങ്ങനെയുള്ള പ്രിഫറൻസിനെ പറയുന്ന പേരാണ് മോണോടോണിക് പ്രിഫറൻസ്. അപ്പൊ ഇങ്ങനെയുള്ള 2 ബണ്ടിലാണെങ്കിലോ, ഇവിടെ 5 + 4 9 ആണ്, 6 3 9, അപ്പൊ 2ഉം 9 ആണ്. അപ്പൊ നമുക്ക് ഏതെങ്കിലും ഒന്ന് കൂടുതൽ പ്രിഫർ ചെയ്യാൻ പറ്റില്ല അല്ലെ? അപ്പൊ ഇങ്ങനെയുള്ള ബണ്ടിലാണ് നോൺ മോണോടോണിക്. അപ്പൊ മോണോടോണിക് എന്ന് പറഞ്ഞാൽ നമുക്ക് 2 ബണ്ടിലുകളിൽ ഏതെങ്കിലും ഒന്ന് നമുക്ക് കൂടുതൽ പ്രിഫർ ചെയ്യാൻ പറ്റും. മനസ്സിലായോ? പക്ഷെ മറ്റേ നമുക്ക് പ്രിഫർ ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഫസ്റ്റ് പ്രിഫർ ചെയ്യാൻ പറ്റില്ല. അപ്പൊ അങ്ങനെയുള്ളതാണ് മോണോടോണിക്. രണ്ടും ഒരേ സാറ്റിസ്ഫാക്ഷൻ ആണെങ്കിൽ ഒരു പ്രിഫറൻസ് നമുക്ക് അവിടെ കൊടുക്കാൻ പറ്റുന്നില്ല അല്ലെ? അപ്പൊ അങ്ങനെയുള്ള ബണ്ടിലാണ് നോൺ മോണോടോണിക്. ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചാൽ മതി. അങ്ങനെ എപ്പോഴും എക്സാമിനൊന്നും ചോദിച്ച് കണ്ടിട്ടില്ല കേട്ടോ. അടുത്ത ടോപ്പിക് ആണ് ഇൻഡിഫറൻസ് കർവ്. മക്കളെ, ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. എക്സാമിന് ഉറപ്പായിട്ട് ചോദിക്കും. ഇൻഡിഫറൻസ് കർവ് എന്താണ്? ഇൻഡിഫറൻസ് കർവിന്റെ പ്രോപ്പർട്ടീസ് ഈസ് വെരി 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 ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അപ്പൊ ഇൻഡിഫറൻസ് കർവ് എന്ന് പറഞ്ഞാൽ ശ്രദ്ധിക്കാം. ഇറ്റ് ഈസ് എ കർവ് joining all the consumption bundle between which the consumers are indifferent. അതായത് ഡിഫറെന്റ് അല്ലാത്ത, അതായത് ഇപ്പൊ പറയുകയാണെങ്കിൽ പല പല കൺസ്യൂമർ, ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ എ എന്ന് പറയുന്ന കൺസ്യൂമർ ഉണ്ട്, ബി എന്ന് പറയുന്ന കൺസ്യൂമർ ഉണ്ട്, സി എന്ന് പറയുന്ന കൺസ്യൂമർ. ഇവർ 3 പേരും കൂടിയിട്ട് എന്ത് ചെയ്തു? ഒരു ഷോപ്പിൽ പോയിട്ട് 2 സാധനങ്ങൾ വാങ്ങുകയാണ്. ഇവർക്ക് 3 പേർക്കും ഒരേ സംതൃപ്തി നൽകുന്ന ചില സാധനങ്ങളുണ്ട്. ഇപ്പൊ എനിക്ക് ബിരിയാണി കഴിക്കുമ്പോൾ കിട്ടുന്ന സംതൃപ്തി ആവില്ല മറ്റൊരാൾക്ക് ബിരിയാണി കഴിക്കുമ്പോൾ കിട്ടുക അല്ലെ? അപ്പൊ ഇവിടെ പല കൺസ്യൂമറിനും ഒരേ സംതൃപ്തി കിട്ടുന്ന 2 സാധനങ്ങളുടെ ബണ്ടിലുകളെ തമ്മിൽ ജോയിൻ ചെയ്ത് വരയ്ക്കുന്ന കർവാണ് ഇൻഡിഫറൻസ് കർവ്. ഓക്കെ, ഇറ്റ് ഈസ് എ കർവ് ജോയിനിങ് all the consumption bundle between which the consumers are indifferent and get the same level of satisfaction. For example പറയുകയാണെങ്കിൽ, ഇൻഡിഫറൻസ് കർവ് എപ്പോഴും ഒരു കോൺവെക്സ് ഷേപ്പിലായിരിക്കും കേട്ടോ. കോൺവെക്സ് ഷേപ്പ് എന്ന് പറയുന്നത് ഇങ്ങനെയായിരിക്കും ഇൻഡിഫറൻസ് കർവ് IC കേട്ടോ. ഇവിടെ ഞാൻ എന്ത് ചെയ്യുന്ന അറിയോ? 1 കിലോ ആപ്പിളും 1 കിലോ ഓറഞ്ചും കഴിച്ചു. ഇവിടെയാണെങ്കിൽ ഒരാൾ 1 കിലോ ആപ്പിളും 3 കിലോ ഓറഞ്ചും കഴിച്ചു. അതായത് എ എന്ന് പറയുന്ന ആള് 1 കിലോ ആപ്പിളും 1 കിലോ ഓറഞ്ചും കഴിച്ചപ്പോൾ അതേ സാറ്റിസ്ഫാക്ഷൻ ബി എന്ന് പറയുന്ന ആൾക്ക് എന്ത് കിട്ടുന്നുണ്ട്?
1 കിലോ ആപ്പിളും 3 കിലോ ഓറഞ്ചും കഴിക്കുമ്പോൾ കിട്ടുന്നുണ്ട്. ഇത് 2 കിലോ ആക്കാട്ടെ, 2 1 യെസ്. അത് ശ്രദ്ധിക്കുക, എ എന്ന് പറയുന്ന ആൾക്ക് 2 കിലോ ആപ്പിൾ, ചിലപ്പോൾ അയാൾക്ക് ആപ്പിൾ ആയിരിക്കും കൂടുതൽ ഇഷ്ടം, മനസ്സിലായ, ഓറഞ്ച് അത്ര വലിയ ഇഷ്ടം ഉണ്ടാവില്ല. അപ്പൊ 2 കിലോ ആപ്പിളും 1 കിലോ ഓറഞ്ചും കഴിക്കുമ്പോൾ കിട്ടുന്ന അതേ സംതൃപ്തി ബി എന്ന് പറയുന്ന ആൾക്കോ 1 കിലോ ആപ്പിളും 3 കിലോ ഓറഞ്ചും കഴിച്ചാൽ കിട്ടും. കാരണം അയാൾക്ക് ഓറഞ്ചാണ് കൂടുതൽ ഇഷ്ടം, മനസ്സിലായോ? അപ്പൊ അങ്ങനെ പല സാധനങ്ങൾക്ക് ഒരേ സംതൃപ്തി കിട്ടുന്ന, പല കൺസ്യൂമറിന് ഒരേ സംതൃപ്തി കിട്ടുന്ന ബണ്ടിലുകളിൽ തമ്മിൽ ജോയിൻ ചെയ്ത് വരയ്ക്കുന്ന കർവാണ് ഇൻഡിഫറൻസ് കർവ്. ഇനി ഇൻഡിഫറൻസ് കർവിൽ ഒരു 3 പോയിന്റുകൾ ചിലപ്പോൾ ചോദിക്കും. ഇവിടെ ഒരു പോയിന്റ്, ഉള്ളിലുള്ള പോയിന്റ്, ഒരു 3 പോയിന്റ് ഇങ്ങനെ ചോദിക്കാട്ടോ. നമുക്ക് നോക്കിയാലോ. ഓക്കെ, ഇൻഡിഫറൻസ് കർവിൽ ഒരു 3 പോയിന്റ് തന്നിട്ട് അത് ഏതൊക്കെ ബണ്ടിലാണെന്ന് ചിലപ്പോൾ ചോദിക്കാം. അപ്പൊ ബി നിങ്ങൾക്ക് അറിയാം, അതായത് ഇൻഡിഫറൻസ് കർവിലുള്ള ബണ്ടിൽ എന്ന് പറയുന്നത് ബണ്ടിലായിരിക്കും, ഇൻഡിഫറൻറ്റ് ബണ്ടിലായിരിക്കും അല്ലെ. ഇനി അടിയിലുള്ളതാണെങ്കിലോ അത് ഇൻഫീരിയർ, തരം താഴ്ന്ന സാധനങ്ങളായിരിക്കും, സാറ്റിസ്ഫാക്ഷൻ കുറഞ്ഞ സാധനങ്ങളായിരിക്കും ഇതിന്റെ ഉള്ളിൽ വരിക കേട്ടോ. ഇനി ഇൻഫീരിയർ എന്നാണ് പറയും, ഇൻഫീരിയർ അഥവാ ഗിഫൺ എന്നൊക്കെ പറയും, തരം താഴ്ന്ന ബണ്ടിലാണ്. ഇനി മുകളിലാണ് പോകുന്നതെങ്കിലോ അത് പ്രിഫേർഡ് ബണ്ടിൽ അല്ലെങ്കിൽ സുപ്പീരിയർ ബണ്ടിൽ എന്ന് പറയാറുണ്ട് കേട്ടോ. പ്രിഫേർഡ് അത് നമ്മൾ പ്രിഫർ ചെയ്യും, പക്ഷേ നമുക്ക് അത് വാങ്ങാനുള്ള പൈസയോ അല്ലെങ്കിൽ നമുക്ക് അത് പ്രിഫർ ചെയ്യാനേ പറ്റുള്ളൂ, കാരണം കൂടുതൽ സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന ബണ്ടിലാണ് അല്ലെ. പക്ഷേ നമുക്ക് അത് എന്ത് ചെയ്യില്ല, യെസ്, അത് ഇൻഡിഫറൻറ്റ് അല്ല, നമുക്ക് ആ ബണ്ടിൽ കൂടുതൽ സാറ്റിസ്ഫാക്ഷൻ കിട്ടും, പക്ഷേ നമുക്ക് ഇപ്പൊ എന്ത് ചെയ്യാൻ പറ്റില്ല, കമ്പാരിസൺ നടത്തണമെങ്കിൽ ഒരേ സാറ്റിസ്ഫാക്ഷൻ കിട്ടണ്ടേ. അപ്പൊ മുകളിലുള്ള ബണ്ടിൽ സുപ്പീരിയർ അഥവാ പ്രീഫേർഡ് ബണ്ടിലും ഇതിലുള്ള ബണ്ടിൽ ഇൻഡിഫറൻറ്റ് ബണ്ടിലും ഉള്ളിലുള്ള ബണ്ടിൽ ഇൻഫീരിയർ ബണ്ടിലുമാണ്. ഇനി എന്താണ് ഇൻഡിഫറൻസ് മാപ്പ് എന്ന് നോക്കിയാലോ. ഇൻഡിഫറൻസ് മാപ്പ് മക്കളെ സിമ്പിൾ ആണ്. ഇറ്റ്സ് എ ഗ്രൂപ്പ് ഓഫ് ഇൻഡിഫറൻസ് കർവ്. ഒരു കൂട്ടം ഇൻഡിഫറൻസ് കർവിനെ ഒരുമിച്ച് വരച്ചാൽ നമുക്ക് കിട്ടുന്നതാണ് ഇൻഡിഫറൻസ് മാപ്പ്. കണ്ടോ, ഇവിടെ 3 ഇൻഡിഫറൻസ് കർവിനില്ല, IC1 ഉണ്ട്, IC2 ഉണ്ട്, IC3 ഉണ്ട്. ഇങ്ങനെ ഒരു കൂട്ടം ഇൻഡിഫറൻസ് കർവിനെ നമുക്ക് ഒരുമിച്ച് വരച്ചാൽ കിട്ടുന്നതിനെയാണ് ഇൻഡിഫറൻസ് മാപ്പ് എന്ന് പറയാം. ഇനി ഇൻഡിഫറൻസ് കർവിന്റെ പ്രോപ്പർട്ടീസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്, എക്സാമിന് പലതവണ ചോദിച്ചിട്ടുണ്ട്. അത് നമുക്ക് നോക്കിയാലോ. പ്രോപ്പർട്ടീസ് ഓർ ഫീച്ചേഴ്സ് ഓഫ് ഇൻഡിഫറൻസ് കർവ്. ഒന്നാമത്തത്, ഇത് എന്ത് ഷേപ്പിലാ, ഇത് എപ്പോഴും ഒരു കോൺവെക്സ് ഷേപ്പിലായിരിക്കും. നമുക്ക് ഒറിജിനിൽ നോക്കിയാൽ, അതായത് ഇവിടെ നിന്ന് നോക്കിയാൽ എപ്പോഴും ഒരു കോൺവെക്സ് ഷേപ്പിലായിരിക്കും നമ്മുടെ ഇൻഡിഫറൻസ് കർവ് ഇരിക്കുക. 2, അത് എപ്പോഴും ഡൗൺവേർഡ് സ്ലോപ്പിംഗ്, ലെഫ്റ്റിന്ന് റൈറ്റിലോട്ട് ഇങ്ങനെ ഇറങ്ങും, മനസ്സിലാഴ്ന്നിറങ്ങും, അതാണ് ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ്. ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ട് എന്ത് ചെയ്യും, യെസ്, ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ആണ്. ഇത് ഒരിക്കലും കൂട്ടിമുട്ടില്ല. അപ്പൊ നിങ്ങൾ നേരത്തെ ഇൻഡിഫറൻസ് മാപ്പ് കണ്ടില്ലേ, നിങ്ങൾ ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെയല്ലേ കണ്ടത്. ഇവ നമ്മൾ ഒരിക്കലും പരസ്പരം കൂട്ടിമുട്ടുന്നില്ലല്ലോ. അപ്പൊ ഇൻഡിഫറൻസ് കർവ് ഡി നോട്ട് ഇന്റർസെക്ട് ഈച്ച് അതർ. ഒരിക്കലും ഇൻഡിഫറൻസ് കർവുകൾ പരസ്പരം എന്ത് ചെയ്യില്ല, കൂട്ടിമുട്ടുകയില്ല. അടുത്തത്, ഹയർ ഇൻഡിഫറൻസ് കർവ് ഹാവ് ഹൈ ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ. ഇതിൽ ഏറ്റവും കൂടുതൽ സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നത് ഈ ഇൻഡിഫറൻസ് കർവിനായിരിക്കും. മുകളിൽ നിൽക്കുന്ന ഇൻഡിഫറൻസ് കർവിനായിരിക്കും ഏറ്റവും കൂടുതൽ സംതൃപ്തി. നേരത്തെ പറഞ്ഞില്ലേ ഞാൻ, ഇത് സുപ്പീരിയർ ബണ്ടിലാണ് അല്ലെ, അത് പ്രിഫർ ചെയ്യുന്ന ബണ്ടിലാണ്. ഏറ്റവും കൂടുതൽ സാറ്റിസ്ഫാക്ഷൻ മുകളിൽ നിൽക്കുന്നതിന് കിട്ടുക. അപ്പൊ മുകളിൽ നിൽക്കുന്ന ഇൻഡിഫറൻസ് കർവിനായിരിക്കും ഏറ്റവും കൂടുതൽ സംതൃപ്തി കിട്ടുന്നത്. അതും ജസ്റ്റ് ഒന്ന് പഠിച്ചു വെക്കാം. നെക്സ്റ്റ് ടോപ്പിക് ആണ് മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ. മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ് നെക്സ്റ്റ് നമ്മുടെ ടോപ്പിക് എന്ന് പറഞ്ഞാൽ. അതായത് ഒരു ഗുഡ് നമുക്ക് കൂടുതൽ ഉപയോഗിക്കണമെങ്കിൽ, ഒരു ഗുഡ് നമുക്ക് ഉപയോഗിക്കണമെങ്കിൽ മറ്റൊരു ഗുഡ് നമ്മൾ എത്രത്തോളം സാക്രിഫൈസ് ചെയ്യണം എന്നതിന്റെ അളവിനെയാണ് നമ്മൾ എന്ത് പറയുക, മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറയാം. ജസ്റ്റ് ഒന്ന് ബ്രീഫായിട്ട് പഠിച്ചു വെക്കുക. MRS എന്നൊക്കെ ചോദിക്കുക, MRT അല്ലെങ്കിൽ MRS എന്നൊക്കെ ചോദിച്ചാൽ ഇതാണ് സംഭവം. ΔY/ΔX ആണ് ഇതിന്റെ ഇക്വേഷൻ കേട്ടോ. നെക്സ്റ്റ് മക്കളെ 8 മാർക്കിന്റെ മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് കൺസ്യൂമേഴ്സ് ഈക്വിലിബ്രിയം അഥവാ ഒപ്റ്റിമൽ ചോയ്സ് ഓഫ് കൺസ്യൂമർ. മക്കളെ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. 8 മാർക്കിന് എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ തവണ പബ്ലിക് എക്സാമിന്, മാർച്ചിലെ എക്സാമിന് 8 മാർക്കിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് കൺസ്യൂമേഴ്സ് ഈക്വിലിബ്രിയം. ചിലപ്പോൾ കൺസ്യൂമേഴ്സ് ഈക്വിലിബ്രിയം എന്നല്ല ഡയറക്ട്ലി ചോദിക്കുക, ഒപ്റ്റിമൽ ചോയ്സ് ഓഫ് കൺസ്യൂമർ എന്നായിരിക്കും ചിലപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാം കേട്ടോ. അതായത് ഒരു ഉപഭോക്താവിന്റെ സന്തുലിതാവസ്ഥ അല്ലെങ്കിൽ ഒരു ഉപഭോക്താവിന് ഏറ്റവും കൂടുതൽ സംതൃപ്തി കിട്ടുന്ന അവസ്ഥ, അതാണ് കൺസ്യൂമേഴ്സ് ഈക്വിലിബ്രിയം എന്ന് പറഞ്ഞാൽ. അതിനൊരു ഫിഗർ ഉണ്ട്, ആ ഫിഗർ വരച്ച് കാണിച്ചു തരാം. എല്ലാവരും ഫിഗർ വരയ്ക്കാൻ പഠിച്ചിട്ട് തന്നെ പോവുക കേട്ടോ. ഇതാണ് നമ്മുടെ എക്സ് ആക്സിസ്, ദിസ് ഈസ് വൈ ആക്സിസ്. നിങ്ങൾ ആദ്യം ഒരു ബഡ്ജറ്റ് ലൈൻ വരയ്ക്കുക. ഇതിങ്ങനെ ഒരു ബഡ്ജറ്റ് ലൈൻ വരയ്ക്കുക, അതിന് PQ എന്ന് കൊടുക്കുക. ചിലപ്പോൾ ഇതിങ്ങനെ PQ എന്താണെന്ന് ചിലപ്പോൾ ചോദിക്കും. PQ ഈസ് എ ബഡ്ജറ്റ് ലൈൻ ആണ് കേട്ടോ. ഇനി ഇതിൽ നമ്മൾ ഇൻഡിഫറൻസ് കർവ് വരയ്ക്കുക. ഇതിങ്ങനെ ഒരെണ്ണം വരയ്ക്കുക, പിന്നെ ഇതിൽ മുട്ടിച്ചുകൊണ്ട് ഒരെണ്ണം വരയ്ക്കുക, മുകളിൽ ഒരെണ്ണം വരയ്ക്കുക. കണ്ടോ? അപ്പോൾ ഇത് IC1 ഇൻഡിഫറൻസ് കർവ് 1, ഇത് IC2, ഇത് IC3. ഇതാണ് നമ്മുടെ ഈക്വിലിബ്രിയം. കണ്ടോ? ഇത് വരച്ച് പഠിക്കുക മക്കളെ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇസ് ഗുഡ് 1 ഗുഡ് 2 എന്ന് വേണമെങ്കിൽ നമുക്ക് മാർക്ക് ചെയ്യാം. അപ്പോൾ ഇതിൽ ഈക്വിലിബ്രിയം E ആണ്. എന്താണ് ഈക്വിലിബ്രിയം എന്ന് ചോദിച്ചാൽ,
അപ്പോൾ ചിലപ്പോൾ എക്സാമിന് 8 മാർക്കിന് ചോദിക്കുകയാണെങ്കിൽ എന്താണ് ഒപ്റ്റിമൽ ചോയ്സ് ഓഫ് കൺസ്യൂമർ വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഫിഗർ എന്ന് പറയും, ഫിഗറിന്റെ ഹെൽപ്പോട് കൂടി എക്സ്പ്ലെയിൻ ചെയ്യാൻ പറയും. അത് മാത്രമല്ല ചിലപ്പോൾ ഇൻഡിഫറൻസ് കർവിന്റെ പ്രോപ്പർട്ടി കൂടി ഒരുമിച്ച് ചോദിക്കും. അതായത് ഇത് കോൺവെക്സ് ഷേപ്പിലാണ്, അവർ ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ആണ്. അപ്പോൾ ഒരുമിച്ച് ചിലപ്പോൾ ഇത് ചോദിക്കും 8 മാർക്കിന് കേട്ടോ. കാരണം ഇത് മാത്രം വരയ്ക്ക് 8 മാർക്കിന് ഇല്ലല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിന്റെ കൂടെ ചിലപ്പോൾ ഇൻഡിഫറൻസ് കർവിന്റെ പ്രോപ്പർട്ടി ഒരുമിച്ച് ചോദിക്കാം. ഇതിന്റെ എക്സ്പ്ലനേഷൻ എങ്ങനെ ഇതിനെ കാണിച്ചു തരാം. Consumer's equilibrium is that point at which the budget line is tangent to the indifference curve. കണ്ടോ, ബഡ്ജറ്റ് ലൈൻ ഇൻഡിഫറൻസ് കർവിനെ ടച്ച് ചെയ്യുന്ന പോയിന്റ് ആണ് ഈക്വിലിബ്രിയം. ടച്ച് ചെയ്യുന്ന പറയുന്നത് തൊടുക, ടാൻജന്റ് ആവുക. അങ്ങനെ തൊടുന്ന പോയിന്റിനെയാണ് നമ്മൾ ഈക്വിലിബ്രിയം എന്ന് പറയുക. അപ്പൊ ഇവിടെ തൊടുന്ന എവിടെയാ, ഇ എന്ന് പറയുന്ന പോയിന്റിലല്ലേ ടച്ച് ചെയ്യണേ, ഇ എന്ന് പറയുന്ന പോയിന്റിൽ ടച്ച് ചെയ്യണേ. ശരിക്കും എയിലും ബിയിലും ടച്ച് ചെയ്യുന്നുണ്ട് അല്ലെ, എയിലും ബിയിലും ടച്ച് ചെയ്യുന്നുണ്ട്. പക്ഷെ എയും ബിയും ഒരിക്കലും ഈക്വിലിബ്രിയം ആവില്ല. എന്താണെന്നറിയോ, അതായത് ഈക്വിലിബ്രിയം ആകണമെങ്കിൽ ഒരു കണ്ടീഷൻ ഉണ്ട്. എന്താ കണ്ടീഷൻ? ഒന്നാമത്തെ കണ്ടീഷൻ, ബഡ്ജറ്റ് ലൈനും ഇൻഡിഫറൻസ് കർവും ടച്ച് ചെയ്യണം. ഓക്കെ, അപ്പൊ ഈ 3 പോയിന്റിൽ ടച്ച് ചെയ്യുന്നുണ്ട് അല്ലെ. വെറുതെ ടച്ച് ചെയ്താൽ പോരാ, അവിടെ ഏറ്റവും കൂടുതൽ സാറ്റിസ്ഫാക്ഷനും കിട്ടണം. അപ്പൊ എയിലും ബിയിലും ഇയിലും ടച്ച് ചെയ്യുന്നുണ്ട്, പക്ഷെ എയിലും ബിയിലും സാറ്റിസ്ഫാക്ഷൻ കുറവാണ്. കാരണം എന്താ, അത് IC1 പക്ഷെ ഇ എന്ന് പറയുന്ന പോയിന്റ് IC2 നിങ്ങൾ പഠിച്ചിട്ടില്ലേ, ഏറ്റവും മുകളിൽ നിൽക്കുന്ന ഇൻഡിഫറൻസ് കർവിനായിരിക്കും ഏറ്റവും കൂടുതൽ സാറ്റിസ്ഫാക്ഷൻ കിട്ടുക. അപ്പൊ ഇവിടെ കൂടുതൽ സാറ്റിസ്ഫാക്ഷൻ ഇ എന്ന് പറയുന്ന പോയിന്റിലായിരിക്കുമല്ലോ. കാരണം എയും ബിയും IC1 ഈ IC2 അപ്പൊ ഇതാണ് കൂടുതൽ സാറ്റിസ്ഫാക്ഷൻ കിട്ടുക. പക്ഷെ ഇതിനേക്കാൾ കൂടുതൽ സാറ്റിസ്ഫാക്ഷൻ IC3 കിട്ടും. പക്ഷെ ബഡ്ജറ്റിലില്ല, ബഡ്ജറ്റ് ലൈൻ ടച്ച് ചെയ്യണ്ടേ. അപ്പൊ ബഡ്ജറ്റ് ലൈൻ ടച്ച് ചെയ്യാതെ നമുക്ക് IC3 എടുക്കാൻ പറ്റില്ല. ഇ ആയിരിക്കും ഈക്വിലിബ്രിയം. നോക്കി, ദ പോയിന്റ് എ ആൻഡ് ബി ഡസൻ ഷോ ദ ഈക്വിലിബ്രിയം. എയും ബിയും ഒരിക്കലും എന്തല്ല, ഈക്വിലിബ്രിയം അല്ല. എ ആൻഡ് ബി ആർ പോയിന്റ് ഓൺ ദ ഇൻഡിഫറൻസ് കർവ് IC1 ആണ് അല്ലെ. എയും ബിയും IC1 ഇൻഡിഫറൻസ് കർവ് 1 എയും ബിയും ഇരിക്കുന്നത്. ദ കൺസ്യൂമർ വിൽ ഗെറ്റ് മോർ സാറ്റിസ്ഫാക്ഷൻ ഓഫ് ഇൻഡിഫറൻസ് കർവ് IC2 ദാൻ IC1. IC1 കൂടുതൽ സാറ്റിസ്ഫാക്ഷൻ ആർക്ക് കിട്ടും? IC2 നമ്മുടെ കൺസ്യൂമറിന് കിട്ടും. The consumer get more satisfaction on IC3 than IC2. IC2 കൂടുതൽ സംതൃപ്തി IC3 കിട്ടുമെങ്കിലും എന്താ, but he or she cannot go to bundle on IC3. IC3 ബണ്ടിൽ നമുക്ക് ഒരിക്കലും വാങ്ങാൻ പറ്റില്ല. കാരണം എന്തുകൊണ്ടാ, his budget doesn't allow him to do so. അതായത് ഒരിക്കലും അദ്ദേഹത്തിന്റെ ബഡ്ജറ്റ് അതിന് അനുവദിക്കില്ല. കാരണം ബഡ്ജറ്റ് ലൈൻ എന്ന് പറഞ്ഞാൽ കയ്യിലുള്ള വരുമാനം മൊത്തം ഉപയോഗിച്ച് വാങ്ങുന്നല്ലേ, അത് ഇത്രയേ ഉള്ളൂ. ഇനി അതിൽ കൂടുതൽ വാങ്ങാനുള്ള വരുമാനം നമ്മുടെ കയ്യിലില്ല. അപ്പൊ IC3 ബണ്ടിൽ വാങ്ങാനുള്ള പൈസ നമ്മുടെ കയ്യിലില്ല. അതുകൊണ്ട് ഒരിക്കലും IC3 പോകാനായിട്ട് സാധിക്കില്ല. അപ്പൊ ഇങ്ങനെ എഴുതിയാലേ നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടുള്ളൂ. അപ്പൊ ഈ ചാപ്റ്ററിന്റെ ഫസ്റ്റ് സെക്ഷൻ നമ്മുടെ കഴിഞ്ഞു. അടുത്ത രണ്ടാമത്തെ സെക്ഷനിലോട്ട് പോവാം.